ശ്രീഹരിം പരമാനന്തമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ശകല്യാണം ആനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. മൃതാത്മാക്കൾ, സൗന്ദര്യലഹരിയാണ് ക്ലാസ്സെങ്കിലും നമ്മൾ സൗന്ദര്യലഹരി തുടങ്ങിയിട്ടില്ല. അതിൻ്റെ എന്തിനാണ് സൗന്ദര്യലഹരി പഠിക്കുന്നത് എന്നുള്ള ഒരേതാണ്ട് സൂചന ലഭിച്ചില്ലെങ്കിൽ നമുക്കതിലൂടെ കടന്നു പോകാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് നമ്മളതിനൊരു ഇൻട്രഡക്ഷൻ എടുത്തു പോരുന്നത്. അമ്മ എവിടെ ഇരിക്കാം? അവിടെ വേണേലും ഇരിക്കാം, ഇവിടെ ഇരിക്കാം. അതുകൊണ്ട് ശ്രീവിദ്യ മന്ത്രം അതാണ് ഇതിനാധാരം എന്ന നിലയിൽ അതിനെക്കുറിച്ചുള്ള ഒരു ഇൻട്രഡക്ഷനാണ് നമ്മൾ എടുത്തു പോകുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞു പഠിച്ചാൽ മാത്രമേ കാര്യം എളുപ്പത്തിൽ മനസ്സിലാവുള്ളൂ. അതിനുള്ള സാങ്കേതിക ശബ്ദങ്ങളും മറ്റും നിങ്ങൾക്കൊന്ന് പരിചയമായിക്കൊള്ളട്ടെ. അതിൽ ശ്രീവിദ്യയുടെ വർണ്ണങ്ങൾ പറയുന്നിടത്താണ് കഴിഞ്ഞ തവണ ക്ലാസ് നിർത്തിയതെന്നാണ് എൻ്റെ ഒരു ചെറിയ ഓർമ്മ. പര എന്നു പ്രസിദ്ധമായ അങ്ങേയറ്റം സൂക്ഷ്മതമമായ ശക്തിയെ പ്രതിപാദിക്കുന്ന വർണ്ണങ്ങളുടെ പരമ കാരണരൂപിണി, അത് മൂലാധാരം മുതൽ നാഭി വരെ വ്യാപിച്ചിട്ടുള്ള ദേവി പര. വർണ്ണങ്ങളെ പര, പശ്യന്തി, മധ്യമ, വൈഖരി. അത് പറയാൻ തുടങ്ങിയപ്പോഴാണ് കഴിഞ്ഞ തവണ ക്ലാസ് നിർത്തിയത്, അല്ലെങ്കിൽ അത് പറഞ്ഞു തീർന്നപ്പോഴാണ്. അവിടം വരെ ആയിരുന്നു. അപ്പം അതുകൊണ്ട് ഒന്നുകൂടെ ആ ഭാഗം നോട്ട് ചെയ്ത് നമുക്ക് പോവാം. അത് യോഗികൾക്ക് മാത്രം അനുഭവവേദ്യമാകുന്നതാണ്. അത് ഈ വിഷയത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ വഴിയിൽ അനുസന്ധാനം ചെയ്യുന്നവർക്ക് അനുഭവവേദ്യമാകുന്നതാണ്. അല്ലാത്ത ആളുകൾക്ക് അത് കേൾക്കുമ്പോൾ മനസ്സിലാവില്ല എന്ന് മാത്രമല്ല, പറയുന്നവൻ എന്തോ തകരാറുണ്ട് എന്നുകൂടി തോന്നാവുന്നതാണ്. അതുകൊണ്ടാണ് സൗന്ദര്യലഹരി എടുക്കുന്നതിന് മുമ്പ് ഇത് നിങ്ങൾ അറിയണം എന്ന് തീരുമാനിച്ചു. അല്ലെങ്കിൽ സൗന്ദര്യലഹരിയിലെ ശ്ലോകങ്ങളൊക്കെ വായിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇതെഴുതിയത് എന്തിനാണ്. അതുകൊണ്ട് യോഗികൾക്ക് മാത്രം ബോധ്യമാകുന്ന ശബ്ദം, അതിനെയാണ് പര എന്ന് പറയുന്നത്. പശ്യന്തിയും യോഗികൾക്കാണ് അനുഭവമാകുന്നത്. അത് നാഭി മുതൽ ഹൃദയം വരെ പ്രസിദ്ധമായ മധ്യമയാണ് അടുത്ത ശബ്ദം. മൂലാധാരം മുതൽ നാഭി വരെ, നാഭി മുതൽ ഹൃദയം വരെ. അതുപോലെ തന്നെ അതിൽ മധ്യമ യോഗികൾക്കും യോഗ സാധന അനുഷ്ഠിക്കാൻ തുടങ്ങുന്നവർക്കും ഏതാണ്ട് മനസ്സിലാവും.
അതിൽ പര പറഞ്ഞു, പശ്യന്തി പറഞ്ഞു. പശ്യന്തി നാഭി മുതൽ ഹൃദയം വരെ, മധ്യമ ഹൃദയം മുതൽ കണ്ഠം വരെ. അത് കഴിഞ്ഞുള്ളത് വൈഖരിയാണ്. അതാണ് നമ്മൾ ഉപയോഗിച്ചത്. അത് പൊതുവെ ആളുകൾക്ക് നല്ല പോലെ മനസ്സിലാകുമെന്ന് പറയുന്നതല്ല ശരി, എന്തെങ്കിലും മനസ്സിലാകും. പറയുന്നയാൾ വിവക്ഷിക്കുന്നത് മനസ്സിലാകണമെന്നില്ല. അത് വളരെ അപൂർവം, ഭാഗ്യവാന്മാർക്ക് മാത്രമേ മനസ്സിലാവൂ. ഭാഷയ്ക്ക് നിഘണ്ടുവിലെ അർത്ഥമാണ് സമൂഹം കൽപ്പിക്കുന്നത്. സമൂഹം കൽപ്പിക്കുന്ന നിഘണ്ടുവിലെ അർത്ഥം ജീവിതത്തിൽ ആരെല്ലാം ഉപയോഗിക്കുന്നുവോ അവരൊക്കെ കഷ്ടപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അവരൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ള ലോകങ്ങളിൽ ജീവിക്കുന്നതായിട്ടാണ് കാണുന്നത്. കുട്ടിക്കാലത്ത് അച്ഛനോ അമ്മയോ ശകാരിച്ചു വാക്ക് പറയുമ്പോൾ അവർ പറയുന്ന പദങ്ങളുടെ സാമൂഹികാർത്ഥം കൽപ്പിച്ചിട്ടുള്ള കുട്ടികളൊക്കെ പിന്നീട് ദുഃഖിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ഭർത്താവ് പറയുന്നതിനെ താൻ നിഘണ്ടുപരമായി പഠിച്ച ഭാഷാ അർത്ഥത്തിൽ കൽപ്പിച്ചിട്ടുള്ള എല്ലാ സ്ത്രീയും ഭർത്താവ് മരിച്ചു കഴിഞ്ഞ് അങ്ങേയറ്റം ദുഃഖിക്കുന്നതായാണ് കണ്ടത്. ഭാര്യ പറയുന്നതിനെ നിഘണ്ടുവിലെ അർത്ഥം വെച്ച് നിരൂപിച്ചിട്ടുള്ള എല്ലാ പുരുഷനും ഭാര്യയുടെ വേർപാട് കഴിയുമ്പോൾ അങ്ങേയറ്റം വേദനിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ഇതെല്ലാവരുടെ കരുതലും, സുഹൃത്തുക്കൾ, ഭാര്യയുടെ അമ്മ അച്ഛൻ, ഭർത്താവിൻ്റെ അമ്മ അച്ഛൻ തുടങ്ങിയതൊക്കെ ചേർത്തുകൊള്ളുക. കാരണം വളരെ അപൂർവം ആളുകൾ മാത്രമാണ് സാമൂഹിക അർത്ഥത്തിൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് വൈഖരി തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്നതാണെന്നൊക്കെ പറഞ്ഞാലും എല്ലാവരും ഉപയോഗിക്കുന്നതാണ് എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. ആ വൈഖരി നാമവിശേഷണം കൊണ്ട് ഖം ഖം ശ്രോത്രേന്ദ്രിയം രാതി ഇത് വൈഖരി എന്നാണ് അതിൻ്റെ വ്യുൽപ്പത്തി. അതായത് കർണപുടങ്ങളിൽ എത്താൻ പറ്റിയ ശബ്ദം. ഖം ശ്രോത്രേന്ദ്രിയം രാതി പ്രാപ്നോതി വൈ ഇത് വൈഖരി എന്നാണ് വൈഖരിക്ക് പറഞ്ഞിട്ടുള്ളത്. വിഖരിയേവ വൈഖരി വിശിഷ്ട ഖര യാസ വൈഖരി. ഇപ്പൊ വൈഖരി വൈ നിശ്ചയേനേതി വാ യോജ്യ എന്നും ചില ആചാര്യന്മാർ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. വിഖരം ഖനീഭാവം പ്രാപിച്ചത്. കണ്ഠ താലവ്യ കണ്ഠ്യം താലവ്യം ഓഷ്ഠ്യം ദന്ത്യം തുടങ്ങി ബഹിർഭാഗത്ത് ഉച്ചരിക്കപ്പെടുന്ന ശ്രോത്രേന്ദ്രിയഗ്രാഹിയായ സ്ഥൂലവർണ്ണാത്മിക
അതുകൊണ്ട് ആചാര്യന്മാർ പറയും ചത്വാരി വാക് പരിമിത പദാനീത നിഖിതു ബ്രാഹ്മണോയേ മനീഷിണ ഗുഹാത്രീണി നിഹിത നേംഗയന്തിതു തിയം വാചോ മനുഷ്യാ വദന്തി തസ്മാത് വാചോ നാപ്തം തന്മനുഷ്യ ഉപജീവന്തീതി ച ശ്രുതി. ശബ്ദം പരാ, പശ്യന്തി, മധ്യമ, വൈഖരി എന്ന് 4 പാദങ്ങളാണ് ഋഷിമാർ അഥവാ ബ്രാഹ്മണർ പറഞ്ഞിരിക്കുന്നുവെന്ന് ശ്രുതി. ഈ 4ഉം ബ്രാഹ്മണങ്ങൾ അഥവാ ബ്രാഹ്മണർ അറിയുന്നു. ഇതറിയുന്നവനെയാണ് ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നത്. ഇതറിയാൻ വേണ്ടിയാണ് നാരദീയ ശിക്ഷ, വാസിഷ്ഠ ശിക്ഷ, പാണിനീയ ശിക്ഷ തുടങ്ങിയ ശിക്ഷാശാസ്ത്ര ഗ്രന്ഥങ്ങൾ. ഒന്നും ഇപ്പോൾ പഠിക്കാനില്ല, പണ്ടതൊക്കെ പഠിക്കണം. ഇന്ന് അതൊന്നും പഠിക്കണ്ട. ശബ്ദത്തെക്കുറിച്ച് കൂടുതൽ പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ് ശിക്ഷാശാസ്ത്രം. ശിക്ഷാശാസ്ത്രം നന്നായിട്ട് പഠിക്കുമ്പോഴാണ് ശബ്ദം കേൾക്കുന്നതിൽ നിന്ന്. ശബ്ദം മനുഷ്യര് മാത്രമല്ല പഠിപ്പിക്കുക. കാളിദാസൻ ഒരിക്കല് ഗീത ഒന്ന് തിരുത്തി എഴുതാമെന്ന് തീരുമാനിച്ചു. കാരണം കാളിദാസൻ നോക്കിയപ്പോൾ ഭഗവത്ഗീതയിൽ ചില വ്യാകരണ പിശകുകളുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം അത് എഴുതാനിരിക്കുമ്പോൾ ഒരു പക്ഷിയുടെ ശബ്ദം കേട്ടു. അദ്ദേഹം അത് പെട്ടെന്ന് ശ്രദ്ധിച്ചപ്പോൾ വ്യാസോ നവ എന്നാണ് ആ പക്ഷി പറയുന്നത്. അദ്ദേഹം എഴുന്നേറ്റ് തൊഴുത് നമസ്കരിച്ചു പറഞ്ഞു, അഹം പഞ്ച. വ്യാസൻ നവവ്യാകരണം പഠിച്ച ആളാണ്. തിരുത്തുന്നതിന് മുമ്പ് അതെല്ലാം അറിയുമോ എന്ന് നോക്കണം എന്നാണ് ആ പക്ഷി പറഞ്ഞത് എന്ന് കാളിദാസന് ബോധ്യായി. ഇത് ശിക്ഷ അറിയാവുന്നതുകൊണ്ടാണ്. വ്യാസന് നവവ്യാകരണം അറിയാം, എനിക്ക് പഞ്ചവ്യാകരണമേ അറിയുള്ളൂ. പെട്ടെന്ന് വിനയം വന്നു, പെട്ടെന്ന് അവിടെ നമസ്കരിച്ചു. അതുകൊണ്ട് തിരുത്തിയെഴുത്ത് വേണ്ടെന്ന് തീരുമാനിച്ചു. അപ്പൊ ശാസ്ത്രം പഠിക്കുമ്പോഴേ ഇതറിയാൻ പറ്റുള്ളൂ. മനുഷ്യർ വിചാരം ചെയ്യുന്നത് വൈഖരിയെയാണെന്നാണ് ശ്രുതി പറയുന്നത്. ആദ്യമുളവാകുന്ന ശബ്ദം പരയാണ്. അത് പരമാത്മാവിൽ നിന്ന് ഉൽപ്പന്നയായി. തുടർന്ന് പരയിൽ നിന്ന് പശ്യന്തി, വീണ്ടും ബുദ്ധിയോട് ചേർന്ന് ഹൃദയത്തിൽ മധ്യമ, പിന്നീട് വൈഖരിയിലൂടെ അത് വ്യക്തമായി. ഇതെല്ലാം ശ്രീവിദ്യാമന്ത്രത്തിൽ അന്തർഗതമാണ്. അതിലെ സകല ശബ്ദത്തിൽ അന്തർഗതമാണ്. അത് നമ്മൾ മന്ത്രത്തിൻ്റെ വർണ്ണങ്ങൾക്കുള്ള അർത്ഥം ഇവ ചുരുങ്ങിയ അളവിൽ ഒടുവിൽ പറയും. അത് കഴിഞ്ഞിട്ടായിരിക്കും ഗ്രന്ഥത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഏതാണ്ടൊരു ധാരണ നിങ്ങൾക്കുണ്ടായി കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ വെറുതെ ഒരു പുസ്തകം പഠിച്ചു എന്ന് പറയാം, ശ്ലോകം വേണമെങ്കിൽ കാണാതെ പഠിക്കുകയും ചെയ്യാം. മൂലാധാര പരാപ്രോക്ത പശ്യന്തി നാഭി സംസ്ഥിത മധ്യമ ബുദ്ധി സംയുക്ത അഷ്ടസ്ഥാനേഷു വൈഖരി. ഇതാണിപ്പോൾ ഇത്രയും നേരം വിശദീകരിച്ചു പറഞ്ഞത്. എൻ്റെ പ്രമാണ ശ്ലോകമാണത്.
മൂലാധാരത്തിൽ എഴുതുകയാണെങ്കിൽ തെറ്റുകൂടാ എഴുതണം. മൂലാധാര പരാപ്രോക്ത. എഴുതുന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ നിർത്തി പറഞ്ഞുതരാം. മൂലാധാര പരാപ്രോക്ത. നിങ്ങൾ പഴയ പഠിപ്പിക്കൽ രീതിയാണെങ്കിൽ ഇത്തരം ശ്ലോകം വരുമ്പോൾ നിങ്ങളെ കൊണ്ടുകൂടെ ചൊല്ലിക്കണം എന്നാണ്. അങ്ങനെയാണ് ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നത്. നിങ്ങൾ പ്രായമായവരൊക്കെ ആകുമ്പോൾ ചൊല്ലാനൊക്കെ ഒരു മടിയുണ്ട്. അപ്പോൾ അത് കാരണമാണ് നിങ്ങൾ പതുക്കെ മനസ്സിൽ ചൊല്ലിക്കോട്ടെ എന്ന് പറഞ്ഞു തരുന്നത്. മനസ്സിൽ ചൊല്ലിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഞാൻ ചൊല്ലിയിട്ട് എപ്പോഴും ഞാൻ 3 പ്രാവശ്യമെങ്കിലും ചൊല്ലുന്നുണ്ട്. അതിന് കാരണം നിങ്ങൾ കൂടെ ചൊല്ലിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. ഇത് നിങ്ങൾ കൂടെ ചൊല്ലിയില്ലെങ്കിൽ ഇത് നോട്ടിൽ എഴുതിയെടുത്താലും നിങ്ങളവിടെ ചെല്ലുമ്പോൾ മൂല ധാരാപ രാപ്രോ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചൊല്ലുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ഭാഷ നിങ്ങൾക്ക് വശമല്ലാത്തതുകൊണ്ട്. നേരെ മറിച്ച് കുറേ എണ്ണം നിങ്ങൾ കൂട്ടത്തിൽ ചൊല്ലി പഠിച്ചാൽ പിന്നെ ഏത് ഗ്രന്ഥം കിട്ടിയാലും നിങ്ങൾക്ക് വായിക്കാനുള്ളൊരു കഴിവ് കിട്ടും. അങ്ങനെ വായിക്കാനൊരു താല്പര്യം ജനിച്ചു കഴിഞ്ഞാൽ സംസ്കൃത ഗ്രന്ഥങ്ങൾ വായിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടം കൂടും. മനസ്സിലായിട്ടൊന്നുമല്ല. കുറച്ച് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ഇപ്പം അവൻ പ്രഗ്നൻ്റ് ആണെന്നൊക്കെ പറയുന്നത് അതുപോലൊക്കെ തെറ്റായിട്ടെങ്കിലും കുറച്ച് സംസ്കൃതമൊക്കെ പറയും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ശരിയായിട്ട് പറഞ്ഞോളൂ. കാരണം നിങ്ങളുടെ ഒരു അഭിമാനം കാരണമാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചത്. ഇംഗ്ലീഷ് നിങ്ങളുടെ ജനിതകത്തിലൊന്നുമില്ല. ഈ സാധനം നിങ്ങളുടെ ജനിതകത്തിലുള്ളതാണ്. അതുകൊണ്ട് പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ളതാണ്. മറ്റത് ഒരിക്കലും നിങ്ങളുടെ ജനിതകത്തിലുള്ളതല്ല. ഇന്ത്യക്കാരൻ്റെ സ്വഭാവത്തിന് ചേർന്ന ഭാഷയേയല്ല. പക്ഷെ അത് കുറേ കാലം പഠിക്കുമ്പോൾ ആ ഭാഷയ്ക്ക് ചേർന്നവരായി നിങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളത് വലിയൊരു മെച്ചമാണ്. അതിൻ്റെ സംസ്കാരത്തിൻ്റെ ഗുണം അതാണ്. പറയുന്നതൊന്ന്, വിചാരിക്കുന്നത് മറ്റൊന്ന്. അങ്ങനെയുള്ളൊരു ഭാഷയ്ക്കാണ് ആംഗലേയ ഭാഷ എന്ന് പറയുന്നത്. അത് ഭാഷാപരമായി ആ ഭാഷയ്ക്കുള്ളതാണ്. അത് മാറ്റിയെടുത്തത് അമേരിക്കക്കാരാണ്. അവർക്കറിയാം ആ രാജ്യം നിലനിൽക്കണമെങ്കിൽ ഭാഷയെ മാറ്റിയില്ലെങ്കിൽ നിലനിൽക്കുകയില്ല എന്നറിയാം. അതുകൊണ്ട് അവർ ആംഗലേയ ഭാഷയെ അവരുടെ നിലയിൽ മാറ്റി. ആംഗലേയ ഭാഷയെ അതിൻ്റെ തനത് ശൈലിയിൽ നിലനിർത്തണമെന്ന് നിർബന്ധമുണ്ടായിരുന്നത് ഓക്സ്ഫോർഡിലുമൊക്കെ പഠിച്ച ഇന്ത്യക്കാർക്കാണ്. അതുകൊണ്ട് മിക്കവാറും ഇന്ന് ആംഗലേയ ഭാഷ അതിൻ്റെ ശരിയായ രൂപത്തിൽ ഇന്ന് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഇംഗ്ലീഷുകാർ പോലും അത് കൈവിടിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെയാണ് തോന്നുന്നത്. അത് കൂടുതൽ അന്വേഷിക്കണം, കൂടുതൽ ഗവേഷണം വേണ്ട വിഷയമാണ്. അതുകൊണ്ടാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ഇന്ത്യക്കാരിൽ മലയാളികൾ. കാരണം മറ്റ് സ്റ്റേറ്റുകളിലുള്ളവർ അവരുടെ ഭാഷയോട് ചേർത്ത് അതിനെ കുറച്ച് മാറ്റിയിട്ടുണ്ട്. മലയാളികൾ ഒരിക്കലും അതിനെ സമ്മതിച്ചിട്ടില്ല. അങ്ങനൊരു മെച്ചം മലയാളികളിൽ കാണുന്നു. ഞാനിതെല്ലാം മെച്ചം എന്നാണ് പറഞ്ഞത്, മോശം എന്നല്ല പറഞ്ഞു, തെറ്റിദ്ധരിക്കണം. അമേരിക്കക്കാരാണെങ്കിൽ അതിലെ ഏതൊക്കെ സ്പെല്ലിംഗ് ഭാഷയ്ക്ക് അതിൻ്റെ ഋജുവായ പോക്കിന് തടസ്സമാണോ ആ ശബ്ദങ്ങൾ അവർ മാറ്റിയിട്ടുണ്ട്. ആ ശബ്ദം കേൾക്കുന്ന പോലെ എഴുതാനാണ് അവർ ഇഷ്ടപ്പെട്ടത്. അത് ഭാഷയെ അവർ മാറ്റുകയാണ് ചെയ്തത്. അമേരിക്കൻ ഇംഗ്ലീഷിൻ്റെ മെച്ചം അതാണ്. അപ്പം നിങ്ങളിൽ കുറച്ച് പേർക്ക് അറിയാമെന്ന് തോന്നുന്നു. കാരണം നിങ്ങളിൽ ചിലരെങ്കിലും ഈ എന്താ അതിന് പറയുന്നത്, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യുന്നവർ അവർ കേട്ടിട്ട് എഴുതുകയാണ്. അവർക്കറിയാം അമേരിക്കൻ ഇംഗ്ലീഷ് ആ രീതിയിലാണ് പോകുന്നത്. അത് കുറച്ച് നാളത്തെ പരിചയം ഉണ്ടെങ്കിൽ എളുപ്പമാണ്. മൂലാധാര പരാപ്രോക്ത
പശ്യന്തി നാഭി സംസ്ഥിത മധ്യമാ ബുദ്ധി സംയുക്ത അഷ്ടസ്ഥാനേഷു വൈഖരി. എഴുതുമ്പോൾ മൂലാധാര പരാപ്രോക്ത പശ്യന്തി നാഭി സംസ്ഥിത മധ്യമാ ബുദ്ധി സംയുക്ത അഷ്ടസ്ഥാനേഷു വൈഖരി. മൂലാധാരത്തിൽ പര, നാഭിയിൽ പശ്യന്തി, ബുദ്ധിയിൽ ഹൃദയത്തിൽ, അവിടെ ബുദ്ധി ഹൃദയം, മധ്യമ, കണ്ഠം തുടങ്ങിയ 8 സ്ഥാനങ്ങളിൽ വ്യക്തമാകുന്നത് വൈഖരി. പഴയ കാലത്ത് പഠിക്കാനുണ്ടായിരുന്നു, മലയാളമൊക്കെ പഠിക്കുമ്പോൾ കണ്ഠ്യം, ഓഷ്ട്യം, ദന്ത്യം എന്നൊക്കെ. ഇപ്പം അങ്ങനെയൊന്നും പഠിക്കണ്ട. ബേബി മന്ത്രിയായതിനു ശേഷം പിള്ളേർ ഇതൊക്കെ പഠിച്ച് വെറുതെ വിഷമിക്കണ്ട എന്ന് തീരുമാനിച്ച് പിള്ളേരെ എന്തുദ്ദേശിക്കുന്നുവോ അത് സൂചിപ്പിക്കുന്നുണ്ട് പരീക്ഷയ്ക്കെങ്കിൽ മാർക്ക് കൊടുക്കണമെന്ന് നിയമമാണ്. പിന്നീട് വന്ന വിദ്യാഭ്യാസ മന്ത്രിമാർ കുറച്ചുകൂടെ ലളിതമാക്കി. ഇപ്പോ കുട്ടികൾ എന്തെങ്കിലും വരച്ചു വെച്ചാൽ അതുപോലും ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് ഒരു സൂചനയുണ്ടെങ്കിൽ മാർക്ക് മുഴുവൻ കൊടുക്കണമെന്നാണ്. അങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സൗന്ദര്യലഹരിയിൽ ഏത് ദേവിയെയാണോ ആചാര്യൻ സൂചിപ്പിക്കുന്നത് ആ ദേവിയുടെ പുരം, ആവാസസ്ഥാനം, ദേവിയുടെ കട്ടില്, അതിൻ്റെ കാലുകള് ഒക്കെ വർണ്ണിക്കുന്നുണ്ട്. ആ ദേവിയുടെ ആവാസസ്ഥാനം ശ്രീപുരമാണ്. അനേകം കോടി ബ്രഹ്മാണ്ടങ്ങൾക്ക് കാരണമായ എന്തോ അതിനും കാരണമായി കോടി സൂര്യപ്രഭയോടുകൂടിയ അനേക കോടി യോജന വിസ്താരത്തിൽ സുധാസിന്ധുവിന് മധ്യത്തിൽ ആണ് ശ്രീപുരം സ്ഥിതി ചെയ്യുന്നത്. സുധാസിന്ധുവിന്റെ മധ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് 16 വർണ്ണസ്വരങ്ങൾക്ക് 16 വർണ്ണ സ്വരക്ഷേത്രങ്ങളിൽ ഷോഡശകന്യ എന്നാണ് അറിയപ്പെടുന്നത്. ഷോഡശ നിത്യ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഈ പദങ്ങളൊക്കെ തലയിലുണ്ടാവണം, ശ്ലോകം എടുക്കാൻ തുടങ്ങും. ഇത് ബ്രഹ്മാണ്ഡ പുരാണത്തില് വർണ്ണിക്കുന്നുണ്ട്. ആര്യാദ്വിശതിയിൽ ശ്രീപുരം വർണ്ണിക്കുന്ന ഒരു സ്ഥലം അനേക സ്ഥലത്തുണ്ട്, എങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നത് ബ്രഹ്മാണ്ഡ പുരാണമാണ്. ആര്യാദ്വിശതി, ദ്വിശതിയില് ശ്രീപുരത്തെ വർണ്ണിക്കുന്നുണ്ട്. ശ്രീപുരം വിഷ്ണു ഹൃദയമാണ് ദേവിയുടെ ഇരിപ്പിടം എന്നൊരു വർണ്ണനയും വേറെയുണ്ട്. അപ്പൊ 2 ശ്രീവിദ്യാരത്ന ഭാഷ്യം, അതും ശങ്കരാചാര്യകൃതമാണ്. അല്ലെന്നും ചില ആചാര്യന്മാർക്ക് അഭിപ്രായമുണ്ട്. ഭാഷ മുതലായവ വെച്ച് ശങ്കരാചാര്യകൃതമാണെന്ന് പറയുന്നതാണ് കൂടുതൽ ശരിയെന്ന് തോന്നുന്നു. എതിരഭിപ്രായമുള്ളപ്പോൾ തോന്നുന്നു എന്ന് പറയുന്നതാണ് മര്യാദ. ആ
ശ്രീവിദ്യാരത്ന ഭാഷ്യത്തിൽ ആചാര്യൻ ഇത് പാൽക്കടലിന് മധ്യത്തിലാണെന്നാണ് മൂന്നാമത്തെ അഭിപ്രായം. അതാണ്. അതില് ശ്രീവിദ്യാരത്ന ഭാഷ്യത്തില് ശ്രീപുരം വർണ്ണിക്കുന്നുണ്ട്. ശ്രീപുരത്തിൽ അനേകം മഹത്പുണ്യ ലോകങ്ങൾ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ നമ്മൾ പഠിക്കാൻ പോകുന്ന സൗന്ദര്യ ലഹരിയെ വെച്ച് പറയുമ്പോൾ ചക്രം പുരശ്ച സദനം എന്ന് വിശ്വകോശത്തിൽ കാണും. കോശം നിഘണ്ടു. ചക്രം പുരശ്ച സദനം. ദേവിയുടെ സദനം ശ്രീചക്രമാണ്. അതായിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത്. ശ്രീചക്രവിദ്യ വിശ്വകോശം. ചക്രം പുരശ്ച സദനം എന്നതിലുണ്ട്. ശ്രീചക്രം പ്രപഞ്ച ഉൽപ്പത്തിയെ പറ്റിയാണ് അതിൽ സൂത്രരൂപത്തിൽ വർണ്ണിച്ചിട്ടുള്ളത്. അതിന്റെ ഗണിതയുക്തി എപ്പോഴെങ്കിലും കണ്ടെത്തുവാൻ കഴിഞ്ഞാൽ പ്രപഞ്ചത്തെ ചിമിഴിൽ ഒതുക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. ആധുനികർ, ഇത് ആധുനികരുടെ അഭിപ്രായമാണ്, പൗരാണികരുടെ അല്ല. കാരണം മന്ത്രങ്ങൾക്കെല്ലാം ഒരു തന്ത്രവും രൂപവുമുണ്ട്. അതാണ് ഇന്ന് കൈമോശം വന്നിരിക്കുന്നത്. അതിൻ്റെ ജപവും സാധനയും ഒക്കെ മാത്രമാണ് നമുക്ക് വശമായിരിക്കുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ, നിങ്ങൾ ഗണിതശാസ്ത്രം പഠിച്ചിട്ടുള്ളവർക്ക് x² + y² / b² = 1 എന്നെഴുതിയാൽ അത് ഒരു എലിപ്സാണ് എന്ന് ബോധ്യമാവും. Am I right? അപ്പോൾ രണ്ട് ഗണിത ശാസ്ത്രകാരന്മാർ എലിപ്റ്റിക്കലായ ഒരു ഓർബിറ്റിലൂടെ മറ്റൊരു ദേശം അറിയാതെ അയക്കുന്ന ഒരു പേടകത്തെക്കുറിച്ചുള്ള വാർത്ത അവിടെ താമസിക്കുന്ന ശാസ്ത്രകാരൻ അയച്ചു കൊടുക്കുമ്പോൾ ബാക്കി ആര് വായിച്ചാലും മനസ്സിലാകാതെ അയച്ചു കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് ആ ശാസ്ത്രം തെറ്റാണെന്ന് പറഞ്ഞ് നിങ്ങൾ നിരാകരിക്കാറില്ല. കാരണം നിങ്ങൾക്കതിൻ്റെ പ്രയോജനം ലഭിക്കും അവർ കൈകാര്യം ചെയ്യുന്നതിൻ്റെ. അത്ര ബുദ്ധി പോലും ആധുനിക ഭാരതീയനില്ലാതെ പോയി. പലതും അതിൻ്റെ രഹസ്യ ഭാഷയിലാണ് നിലനിൽക്കുന്നത്. സാധാരണക്കാരന് ഒന്നും മനസ്സിലാവില്ല ഒരു ഇക്വേഷൻ എഴുതിയ. മറിച്ച് ആ ശാസ്ത്രകാരന് അതിൻ്റെ പല കാര്യങ്ങളും, അസിംപ്റ്റോട്സ് ഉൾപ്പെടെ പല രഹസ്യങ്ങളും മനസ്സിലാവും ആ ഇക്വേഷനിൽ നിന്ന്. പഠിച്ചിട്ടല്ല, പരാബോള പഠിച്ചിട്ടല്ല ക്രിക്കറ്റ് കളിക്കാൻ ബാറ്റ്സ്മാൻ ഇറങ്ങുന്നത്. പക്ഷെ കളിച്ച് അതിൻ്റെ മാക്സിമം റേഞ്ച് 45 ഡിഗ്രിയിലാണ് എന്ന് പരിചയസമ്പന്നനായവൻ കളിക്കുമ്പോൾ
കളിക്കാൻ അറിയില്ലെങ്കിലും ഗണിതശാസ്ത്രം അറിയുന്നവന് അതുകൊണ്ടാണ് അത് 6 ആയതെന്ന് പറയാൻ കഴിയും. y² = 4ax എന്നാണെന്ന് തോന്നുന്നു. Am I right? അവിടെയും ഇതാണ് സംഭവിക്കുന്നത്. ഇതുപോലെ ഭാരതീയ മന്ത്രങ്ങളിൽ പലതും ഈ ദിശയിൽ, അതിലേറ്റവും ശ്രേഷ്ഠവും പ്രപഞ്ചോൽപ്പത്തിയെക്കുറിച്ചുള്ള ഗഹനമായ സത്യമടങ്ങുന്നതുമാണ് ശ്രീവിദ്യ എന്നാണ് കൽപ്പന. അതിൻ്റെ തന്ത്രസ്വരൂപമാണ് ചക്രം. അത് വരച്ചിരിക്കുന്നതാണ്. ആ മന്ത്രത്തിൻ്റെ തന്ത്രമാണ് ശ്രീചക്രം. അതിലാണ് ശ്രീദേവി വസിക്കുന്നത്. അതാണ് ശ്രീപുരം എന്നാണ് മറ്റൊരു മതം. അതാണ് നമ്മളിവിടെ തൽക്കാലം ഫോളോ ചെയ്യുന്നത്. ദേവലോകം, ഇന്ദ്രലോകം ഇവയൊന്നും ശ്രീപുരത്തിനടുത്ത് വരില്ല എന്നാണ് വർണ്ണന. സുവർണമയവും ബിന്ദുരൂപവും ആനന്ദലോകവും പരബ്രഹ്മത്താൽ വ്യാപ്തവുമായ ശ്രീപുരം, ബ്രഹ്മപുരം, ഇതിനെ പരമർഷികൾ അറിയും. ഋഷിമാർ പല വിഭാഗമുണ്ട്. സുദർശി, ദേവർഷി, പരമർഷി, ഇങ്ങനെ അനേക ഋഷിമാരുണ്ട്. നമ്മൾ ഋഷി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഒരുപോലെയാണെന്നാണ് തോന്നുന്നത്. നാരദൻ മുതലായവർ ദേവർഷികളാണ്. സുശ്രുതൻ മുതലായവർ സുദർശികളാണ്. പരമർഷികളായ ആളുകളാണ് തന്ത്രരഹസ്യമറിഞ്ഞവർ. അവരാണ് ശ്രീപുരത്തെക്കുറിച്ച് വളരെ അറിഞ്ഞിട്ടുള്ളത്. ചക്രത്തിന് ശ്രീപുരം അധിഷ്ഠാനമാണ്. ഇത്രയും ഏതാണ്ട് കാര്യങ്ങൾ തലയിലുണ്ടാവും. ഇനി ശ്രീവിദ്യാ മന്ത്രത്തെ ഒന്ന് മനസ്സിലാക്കി അതിലെ വർണ്ണങ്ങൾ, അവ എന്തിനെയൊക്കെ പ്രതിനിധാനം ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ രൂപം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ എല്ലാം ഇതിൽ അന്തർലീനമായി വരും. പറഞ്ഞെന്നാണ് എൻ്റെ ധാരണ. ഏത് എന്ന് പറഞ്ഞാൽ പരബ്രഹ്മം നിറഞ്ഞിരിക്കുക, വ്യാപ്തമാവുക, നിറഞ്ഞിരിക്കുക. പരയും അഹന്താഭാവിനിയും. ആ പദം നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതിന് പകരം വെക്കാൻ പദമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു പദം ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. പരമാത്മാവിൻ്റെ അഹംഭാവനാമയി, ജ്ഞാനിയുടെ അഹം. ജ്ഞാനം വന്നു ചേരുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ഒരഹങ്കാരമുണ്ടാവും. മറ്റെല്ലാ അഹങ്കാരങ്ങളെയും ഉല്ലംഘിക്കുന്ന ഒരു അഹങ്കാരമുണ്ടാവും. ഇപ്പം അത് ക്രമേണ അത് വിനയമായി മാറും. എത്ര വിനയമായി മാറിയാലും അങ്ങനെയുള്ളവരെ കാണുമ്പോൾ അവരെ കാണുന്നവർക്ക്, അവരെ പരിചയപ്പെടുന്നവർക്ക് ആ അഹങ്കാരം തോന്നും. അവർക്കില്ലെങ്കിൽ കൂടി തോന്നും. അതാണ് ബ്രഹ്മഭാവനയുടെ പ്രത്യേകത. അവരെത്ര വിനയശീലരായാലും പരിചയപ്പെടാൻ ചെല്ലുന്നവന് തോന്നും. കാരണം അതുമാത്രമാണ് ശരിയായ അഹങ്കാരം. അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. മറ്റതൊക്കെ വിഷയപരമായ അഹങ്കാരങ്ങളാണ്. അത് സ്വന്തമല്ല.
വസ്തുക്കൾ സ്വന്തമാക്കിയിട്ട് വരുന്ന അഹങ്കാരം ഒരു ഇടിയോ മഴയോ ഉണ്ടായാൽ പോകുന്നതേ ഉള്ളൂ. സ്ഥാനമാനങ്ങളുടെ അഹങ്കാരം അത് ആ സ്ഥാനത്ത് നിന്ന് പോകുമ്പോൾ പോകാനുള്ളതേ ഉള്ളൂ. സൗന്ദര്യത്തിന്റെ അഹങ്കാരം ഒരു പൊള്ളലേറ്റാ തീരാവുന്നതേ ഉള്ളൂ. ചൊറി വന്നാലും മതിയാവും. അതുകൊണ്ട് അത്തരം അഹങ്കാരങ്ങളൊക്കെ ക്ഷണികങ്ങളാണ്. ജ്ഞാനം വന്നിട്ട് വരുന്ന ഒരു അഹങ്കാരം അങ്ങനെയുള്ളതല്ല. അത് പരമാത്മാവിൻ്റെ അഹംഭാവിനിയാണ്. അത് പരമാനന്ദരൂപയാണ്. അതുകൊണ്ടാണ് മുമ്പേ പറഞ്ഞപ്പോൾ സുവർണമയവും ബിന്ദു രൂപവും ആനന്ദലോകവും പരബ്രഹ്മത്താൽ വ്യാപ്തവും ആയ ശ്രീപുരം എന്ന് പറഞ്ഞത്. അതുകൊണ്ടായിരിക്കണം ആചാര്യൻ ഇതിന് സൗന്ദര്യലഹരി എന്ന് പേരിട്ടത്. യഥാർത്ഥത്തിൽ അത് ആനന്ദലഹരിയുമാണ്. പരമാനന്ദ സ്വരൂപയും ദ്വൈത അദ്വൈതരഹിതയും ആയ ഭഗവതി സ്വാത്മഭാവം കൊണ്ട് ജഗദ്രൂപയായി പ്രകാശിക്കുന്നു. പരാഹന്തമയീ ദേവി പരമാനന്ദരൂപിണി സ്വാത്മരൂപതയാ ഭാതി ദ്വൈത അദ്വൈത വർജിത. പരാഹന്തമയീ ദേവി പരമാനന്ദരൂപിണി സ്വാത്മരൂപതയാ ഭാതി ദ്വൈത അദ്വൈത വർജിത. എഴുതുന്നവർക്ക് പരാഹന്തമയീ ദേവി പരമാനന്ദരൂപിണി സ്വാത്മരൂപതയാ സ്വാത്മഭാവം കൊണ്ട് ആദി പ്രകാശിക്കുന്നു. ദ്വൈത അദ്വൈത വർജിത. ദ്വൈത അദ്വൈത വർജിതയായി വിശ്വമായി പ്രകാശിക്കുന്നു. എങ്ങനെ? ഓം ക ഏ ഇ ല ഹ്രീം. ക ഏ ഇ ല ഹ്രീം. ഈ ദീർഘമാണ്. ഹ സ ക ല ഹ്രീം. സ ക ല ഹ്രീം. ഇതാണ് പഞ്ചദശാക്ഷരി. അതിനോട് ഒന്നിച്ച് ശകാരരേഭങ്ങൾ ചേർത്ത് 16ാമത്തെ കല. അങ്ങനെയാണ് 16 അക്ഷരങ്ങൾ, ഷോഡശ നിത്യകൾ. അതിൽ 15 എണ്ണം എല്ലാവർക്കും കാണാവുന്നതാണ്. 16ാമത്തത് അനുഷ്ഠാനം ചെയ്ത് അവസ്ഥയിലെത്തിയവർക്ക് മാത്രം സൂക്ഷ്മമായി ബോധ്യപ്പെടുന്നതാണ്. പതിനഞ്ച് കല ശുക്ലപക്ഷത്തിലും കൃഷ്ണപക്ഷത്തിലും വൃദ്ധികൽപ്പമായും ക്ഷയകൽപ്പമായും കാണുന്നതാണ് ചന്ദ്രന്റെ കല.
ചന്ദ്രനിൽ നിന്ന് സൂര്യനിലേക്കും, അതായത് സൂര്യൻ അത് തന്നിലേക്ക് വലിച്ചെടുക്കുകയും സൂര്യനിൽ നിന്ന് ചന്ദ്രനിലേക്ക് ചെല്ലുകയും ചെയ്യുന്നതായി പറയുന്ന ഷോഡശ നിത്യകൾ. ഇതിനെ ആസ്പദമാക്കിയൊരു സംസ്കൃതി പണ്ട് മുതൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഉപാസനാതലത്തിൽ. അതിനെക്കുറിച്ച് വളരെ വിസ്തൃതമായ വർണ്ണനകളുണ്ട്. ഈ മന്ത്രാക്ഷരങ്ങളെയാണ് ശ്രീശങ്കരൻ സൗന്ദര്യലഹരിയുടെ 32-ാം ശ്ലോകമാണെന്നാണ് എൻ്റെ ഓർമ്മ. ഉണ്ട്, സൗന്ദര്യലഹരി ഉണ്ടെങ്കിൽ എടുത്തോളൂ. ശിവ ശക്തി കാമ ക്ഷിതിരഥ രവിശീത കിരണ ആണോ? സ്മരോ ഹംസശക്രസ്തനുജ പരാമാരഹരയ അമീഹ്ലേഖാഭി സ്ത്രിസ്യഭിര വസാനേഷു ഘടിത ഭജന്തേ വർണ്ണാസ്തേ തവ ജനനി നാമാവയവതാം. ജനനി അവിടുത്തെ നാമം, അതിൻ്റെ അവയവങ്ങൾ. ശിവ ശക്തി കാമ ക്ഷിതി രവി ശീതകിരണ സ്മര ഹംസ ശക്ര പരാമാരകലയ ഹരിഹി. ഇവയാകുന്നു. ശിവ ക, ശക്തി യേ, കാമ കാമദൈവതം ഈ, ക്ഷിതി ഭൂമി ല, രവി സൂര്യഖണ്ഡം ഹ അകാരം, ശീതകിരണ ചന്ദ്രഖണ്ഡം സ, സ്മര കകാരം കാമരാജം, ഹംസ ഹകാരം സൗരഖണ്ഡാത്മകം, ശക്ര ഇന്ദ്രബീജം ലകാരം, പരാമാരകലയ സകാരം ചന്ദ്രകല, മാരൻ കാമരാജം കകാരം, ഹരിഹി ഇന്ദ്രബീജമായ ലകാരം. ഈ വർണ്ണങ്ങൾ ഓരോ ഖണ്ഡങ്ങളുടെയും അവസാനം ചേർക്കപ്പെടുന്ന നിന്തിരുവടിയുടെ നാമാവയവത്തെ പ്രാപിക്കുന്നു എന്ന് ശങ്കരൻ പറയുന്നുണ്ട്. അവിടെയാണ് ഈ മന്ത്രവർണ്ണങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ചെറിയ അറിവ് നമുക്കുണ്ടായാൽ ഇത് പഠിക്കാൻ എളുപ്പമുണ്ടാവും. അതിനാണ് ലക്ഷ്യം, അതാണ് എന്ന് നമുക്ക് ഓർമ്മ വേണം. മറ്റ് തരത്തിലൊരു പുസ്തകം പഠിക്കുന്ന ലാഘവത്തോടെ പഠിക്കാവുന്നതല്ല ഈ ഗ്രന്ഥമെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ഇത് പറഞ്ഞത്. ഓം ക എ ഇ ല ഹ്രീം ഹസക ല ഹ്രീം സകല ഹ്രീം. അവസാനത്തെ അക്ഷരം ശകാരത്തില് രേഭം ചേർന്ന് വരുന്നത്. അക്ഷരം പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ശ്രീബീജാത്മികയായ വിദ്യ. നേരത്തെ പറഞ്ഞു, ശുക്ലപ്രതിപദം മുതൽ പൗർണമാസി വരെയുള്ള തിഥിരൂപങ്ങളാണ്. കൃഷ്ണപക്ഷ പ്രതിപദം മുതൽ അമാവാസി വരെയുള്ള അപര രൂപങ്ങളുമാണ്.
പ്രതിപന്നാമ വിജ്ഞേയ ചന്ദ്രസ്യ പ്രഥമാ കല ദ്വിതീയാദ്യാഹ തൃതീയാദ്യാഹ പക്ഷയോ ശുക്ലകൃഷ്ണയോഃ. പ്രതിപന്നാമ വിജ്ഞേയ ചന്ദ്രസ്യ പ്രഥമാ കല ദ്വിതീയാദ്യ തൃതീയാദ്യ പക്ഷയോ ശുക്ലകൃഷ്ണയോഃ. ഇപ്പം നിങ്ങൾക്ക് ശുക്ലപക്ഷം ഏതാ കൃഷ്ണപക്ഷം ഏതാ ഇതൊന്നും അറിയാൻ വഴിയില്ല. സ്കൂളിൽ പോകാതിരുന്നിരുന്നെങ്കിൽ ഇതൊക്കെ എങ്കിലും മനസ്സിലായേനെ. സ്കൂളിൽ പോയതുകൊണ്ട് 10-25 കൊല്ലം പോയെന്നല്ലാതെ ഭൗതികമോ ആധ്യാത്മികമോ ആയ ശാന്തി വിദ്യാഭ്യാസം കൊണ്ടില്ല. അസ്വസ്ഥമാകാൻ പഠിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പഠിക്കാൻ പോയതുകൊണ്ട് ധനമാണ് ജീവിതത്തിൽ സുഖം തരുന്നത് എന്ന് ബോധ്യമായിട്ടുണ്ട്. അതാകട്ടെ വഴക്കുണ്ടാക്കാൻ നല്ല സാധനവുമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ചുറ്റുപാടുകളോട് ഇണങ്ങി ജീവിക്കാൻ ധനം വരികയോ പോവുകയോ നിങ്ങൾ സൽക്കർമ്മങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയിരുന്നാൽ ധനവും കൊണ്ട് ആളുകൾ നിങ്ങളെ കാണാൻ വരും. അന്വേഷിച്ചു പോകേണ്ട ഒരാവശ്യമില്ല. ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ വല്ലതും ഉണ്ടാക്കിയാൽ അതും കൂടെ വല്ലവരും അടിച്ചുകൊണ്ടു പോകും. അതിനും ക്ലേശിക്കൊന്നും വേണ്ട. ആരെ നിർത്തിയിട്ടും കാര്യമില്ല. എന്ത് CC ക്യാമറ വെച്ചാലും പോകാനുള്ളത് പോകും. പോയിക്കഴിഞ്ഞാൽ ആരാ കൊണ്ടുപോയതെന്ന് ചിലപ്പോൾ കണ്ടെത്തിയേക്കും. അതാണ് നിങ്ങളുടെ ശാസ്ത്രത്തിന്റെ പുരോഗതിയായി പറയുന്നത്. കിട്ടുമായിരുന്നെങ്കിൽ കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്തുനിന്ന് ഇത്രയും കോടികളുടെ കണക്ക് വന്നിട്ട് എന്ത് കിട്ടിയെന്നായി പറയുന്നു. പോകാനുള്ളത് പോയതും പോരാ, പിന്നെ നിങ്ങളും നിങ്ങളെപ്പോലുള്ളവരും കൊടുക്കുന്ന ടാക്സിൽ നിന്ന് അത് അന്വേഷിക്കാനൊരു ചെലവൂടെ കണ്ടെത്തിയെന്നല്ലാതെ അത് ശാസ്ത്ര പുരോഗതിയാണ്. മനസ്സിലായില്ല? മുഖ്യമന്ത്രിയുടെ ഓഫീസും പരിവാരങ്ങളും, മാണിയുടെ ഓഫീസും മാണിയും പരിവാരങ്ങളും കുടുംബക്കാരും, ബാബുവും ബാബുവിൻ്റെ ആളുകളും ഒക്കെ മേടിച്ചോ മേടിച്ചില്ലയോ എന്ന് അന്വേഷിക്കാനും കൂടെ കാശ് ചിലവാക്കുകയാണ്. അന്വേഷിച്ചിട്ട് അന്വേഷിച്ച് കഴിഞ്ഞ് ഈ കാശെല്ലാം തിരിച്ചു വരുമോ? വരുമെങ്കിൽ കൊള്ളാം. ഇതാണ് അതിന്റെ പ്രത്യേകത. ഈ സമയത്ത് അവർക്കും അസ്വസ്ഥത, അന്വേഷിക്കുന്നവനും അസ്വസ്ഥത. അന്വേഷിക്കുന്നവൻ പറഞ്ഞത് ഉറങ്ങാൻ പറ്റിയിട്ടില്ലെന്നാവും. അസ്വസ്ഥത കാരണം നിവൃത്തികേടുകൊണ്ട് പറഞ്ഞതോ മറ്റോ ആണ്. അതിനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇനി ഒരുത്തനും അങ്ങനെ പറയാൻ അനുവാദം കൊടുക്കുകയില്ലെന്നാണ് ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. ഇവൻ അവസാനത്തെ ആളാണെന്നാണ് പറഞ്ഞത്. അന്വേഷിക്കുന്നവൻ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവൻ അസ്വസ്ഥനായി മരിച്ചാലും കുഴപ്പമില്ലെന്നാണ്. ഇതൊക്കെ ഈ ലോകത്ത് ഇങ്ങനെ പോകും. ഇതിനൊന്നും മാറ്റം ഉണ്ടാവില്ല. ഇത് പഠിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവൂ. മറ്റതാകുമ്പോൾ നിങ്ങളും ഇതിലേതെങ്കിലും ഒരു പക്ഷത്ത് ഉണ്ടാവും. നിങ്ങൾക്കും സമാനമൊന്നും കിട്ടില്ല. കയ്യിലെ 1 രൂപ പോയി കഴിഞ്ഞാൽ അത് കിട്ടിയില്ലെങ്കിലും വേണ്ടിയല്ല, കൊണ്ടുപോയത് ആരാണെന്നൊന്ന് അറിയണം. അറിഞ്ഞാൽ മതി. ഭാര്യ നീയാണോ എടുത്തത്, ഭർത്താവ് നിങ്ങളാണോ എടുത്തത്, മനുഷ്യ മക്കളാരെങ്കിലും ആണോ മോട്ടിച്ചത്,
അറിഞ്ഞു കഴിഞ്ഞാൽ ആ എടുത്തയാളിന് ഒന്നുകൂടെ ലൈസൻസായി. അറിയാതിരിക്കുന്നിടത്തോളം എപ്പോഴെങ്കിലും അറിയുമോ എന്നുള്ളൊരു ടെൻഷനെങ്കിലും അയാളെ തിരുത്തിയേക്കും. മനസ്സിലായോ എന്നറിയില്ല. ഇതൊക്കെ വ്യത്യാസമുണ്ടാവും. അപ്പൊ ഇതെല്ലാം സംഭവിക്കുന്നത് ലോകത്ത് ധനമാണ് എന്നുള്ള ചിന്ത വരുമ്പോഴാണ്. അല്ലാതെ അറിയേണ്ട കുറേ കാര്യങ്ങൾ അറിയാതെ പോകുന്നു എന്നുള്ളത് വിദ്യാഭ്യാസത്തിന്റെ ഇന്നത്തെ മെച്ചമാണ്. പഴയ ആളുകൾക്കാണെങ്കിൽ അതറിയാം. അത് ശുക്ലപക്ഷ പ്രതിപദം മുതൽ പ്രതിപന്നാമവിജ്ഞേയ ചന്ദ്രസ്യ പ്രഥമാ കല, ചന്ദ്രന്റെ പ്രഥമ കല പ്രതിപദയിൽ ആരംഭിക്കുന്നത്. ദ്വിതീയാദ്യ തൃതീയാദ്യാഹ പക്ഷയോ ശുക്ലകൃഷ്ണയോ, ശുക്ലപക്ഷത്തിലും കൃഷ്ണപക്ഷത്തിലും പ്രഥമ, ദ്വിതീയ, തൃതീയ, ചത്വാരി, പഞ്ചമി, അങ്ങനെ അങ്ങോട്ട് പോകും. അങ്ങനെ പഞ്ചദശി വരെ 15 കലകൾ നിങ്ങൾക്ക് കാണാം. 16ാമത്തെ കല സ്പഷ്ടമല്ല, അത് അസ്പഷ്ടയാണ്. ഷോഡശാക്ഷരിയില് 16ാമത്തെ കലയ്ക്കാണ് സർവപ്രാധാന്യമുള്ളത്. അത് ഭക്തിപൂർവം ഗുരുവിനെ ഭജിച്ചു ഗുരുവിങ്കൽ നിന്ന് കേൾക്കണമെന്നാണ്. അല്ലാതെ പറയരുതെന്നും പറയും. ഇത് ത്രികൂടം, വാഗ്ഭവകൂടം, കാമരാജകൂടം, ശക്തികൂടം. ഇങ്ങനെ 3 കൂടങ്ങളാണ് പറയുക. അതുകൊണ്ടാണ് ലളിതാ സഹസ്രനാമമൊക്കെ ചൊല്ലുമ്പോൾ ശക്തികൂടൈകതാപന്ന കട്യധോഭാഗധാരിണി എന്നൊക്കെ ചൊല്ലി കേട്ടിട്ടുണ്ടാവും. അത് ഈ കൂടങ്ങളാണ്. വാഗ്ഭവകൂടം, കാമരാജകൂടം, ശക്തികൂടം. മൂലാധാരത്തിൽ നിന്നുദ്ഭവിച്ച് പ്രളയകാലാഗ്നിപ്രഭാവപൂർണമായി സ്വാധിഷ്ഠാനത്തെയും മണിപൂരത്തെയും പ്രകാശപൂർണമാക്കി അനാഹതത്തെ സ്പർശിക്കുന്നത് വാഗ്ഭവകൂടം. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം. ശങ്കരനത് വർണ്ണിക്കുമ്പോൾ സൗന്ദര്യലഹരിയിൽ മൂലാധാരം കഴിഞ്ഞ് മണിപൂരത്തെയാണ് പറയുന്നത്. തൊട്ടടുത്ത് മണിപൂരമാണെന്നല്ല അതിൻ്റെ അർത്ഥം. മൂലാധാരം കഴിഞ്ഞ് സ്വാധിഷ്ഠാനമാണ്. പക്ഷെ വർണ്ണിക്കുമ്പോൾ വൈദികരീത്യ വർണ്ണിക്കണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് ശങ്കരൻ മൂലാധാരം, പൃഥ്വി, മഹിമൂലാധാരേ കമപി മണിപൂരേ എന്നാണ് ശ്ലോകം. എത്രാമത്തെയാണെന്ന് ഓർക്കുന്നില്ല. 9ാം ശ്ലോകം, സൗന്ദര്യലഹരിയിലെ 9ാം ശ്ലോകം. അതിന് കാരണം പൃഥ്വി, അപ്പ്, തേജസ്, അങ്ങനെയാണ് ക്രമമായി പോകുന്നത്. സ്ഥൂലമായി പോകുന്നത് അങ്ങനെയാണ്. ആരോഹണ ക്രമത്തിൽ പോകുന്നത് അങ്ങനെയാണ്. വേദം അവരോഹണ ക്രമത്തിൽ ആകാശം, ആകാശാത് വായു, വായുരഗ്നി, അഗ്നേരാപഹ, അദ്ഭ്യാം പൃഥ്വി എന്നാണ് അതിൻ്റെ
ക്രമമായ വിന്യാസം. അതുകൊണ്ട് ശങ്കരൻ അങ്ങനെയാണ് പോകുന്നത്. ആ മൂലാധാരത്തിൽ ഉത്ഭവിച്ച് പ്രളയകാലാഗ്നിപ്രഭാവപൂർണമായി, പ്രളയകാലത്തിൽ അഗ്നി ജ്വലിക്കുമ്പോൾ ജലമെല്ലാം അഗ്നിയിൽ ലയിക്കും. പൃഥ്വി ജലത്തിൽ ലയിക്കുമ്പോഴാണ് പ്രളയമുണ്ടാകുന്നത്. എങ്ങനെയാണോ ആകാശം ആദ്യമുണ്ടായി, ആകാശത്തിൽ നിന്ന് വായുവും, വായുവിൽ നിന്ന് അഗ്നിയും, അഗ്നിയിൽ നിന്ന് ജലവും, ജലത്തിൽ നിന്ന് പൃഥ്വിയും ഉണ്ടായത്, അതുപോലെ സംഹാരകാലത്തിൽ പൃഥ്വി ജലമാവും, ദ്രവിച്ച് ജലമാവും. ജലം അഗ്നിയിൽ വിലയം പ്രാപിക്കും. അതിന് പ്രളയകാലാഗ്നി എന്ന് പറയും. സംവർത്തകാഗ്നി എന്നാണ് ആ അഗ്നിക്ക് പറയുന്നത്. ഭാഗവതം ചാപ്റ്റർ ഓർക്കുന്നില്ല, ദ്വാദശ സ്കന്ധമാണെന്ന് തോന്നുന്നു. വളരെ ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. ദ്വാദശ സ്കന്ധമാണെന്നാണ് എൻ്റെ ഓർമ്മ. നോക്കിയിട്ട് അടുത്ത ദിവസം പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു പോയതാണ്. അവിടെ ഇതിൻ്റെ വർണ്ണനയുണ്ട് വളരെ. ഇത് ജീവൻ പിരിയുമ്പോഴും ഇതാണ് സംഭവിക്കുന്നത്. ഉറങ്ങുമ്പോഴും ഇതാണ് സംഭവിക്കുന്നത്. നിത്യപ്രളയം, അവാന്തര പ്രളയം, കൽപ്പാന്ത പ്രളയം, ഇങ്ങനെയൊക്കെ പ്രളയങ്ങളുണ്ട്. ഇതിൽ കൽപ്പാന്ത പ്രളയത്തിൻ്റെ കാര്യമാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്. അവിടെ ഈ ലയമാണ് സംഭവിക്കുന്നത്. മൂലാധാരത്തിൽ നിന്ന് ഉത്ഭവിച്ച് പ്രളയകാലാഗ്നിപ്രഭാപൂർണമായി സ്വാധിഷ്ഠാന മണിപൂരക ചക്രങ്ങളെ പ്രകാശപൂരിതമാക്കി അനാഹതത്തെ സ്പർശിക്കുന്നത് വാഗ്ഭവകൂടം. സൗന്ദര്യലഹരി പഠിച്ചു കഴിയുമ്പോൾ ഇത് അനുഭവിക്കാൻ കഴിയണം, എങ്കിലേ പഠിത്താവൂ. അനാഹതത്തിൽ നിന്ന് കോടി സൂര്യപ്രഭയോടുകൂടി കണ്ഠത്തിലെ വിശുദ്ധി ചക്രത്തെ പ്രഭാപൂരിതമാക്കി ആജ്ഞാചക്രത്തെ സ്പർശിക്കുന്നത് കാമരാജകൂടം. ആജ്ഞാചക്രത്തിലാണ് ഗുരു ഇരിക്കുന്നത്. പുറത്തുള്ള ഒരു ഗുരുവിനെ ചെന്ന് കണ്ടാൽ അദ്ദേഹം ശിഷ്യന്റെ ആജ്ഞാചക്രത്തിലിരിക്കുന്ന ഗുരുവിനെ തന്മയീഭവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തന്മയീഭവിക്കുന്നതോടെ അത് താൻ മുമ്പ് അനുഭവിച്ച തൻ്റെ ഗുരു തന്നെയാണ് എന്ന് ബോധ്യപ്പെടുകയാൽ ഗുരു ശിഷ്യനെ നമസ്കരിക്കും. ഇപ്പോൾ ഉപദേശവും കൊടുക്കുമ്പോൾ ചടങ്ങിന് അങ്ങനെ നമസ്കരിക്കും. നമസ്കരിച്ചു കഴിഞ്ഞാൽ ശിഷ്യൻ ചിലപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് പറയും, അവസാനം എൻ്റെ മിടുക്ക് കണ്ടിട്ട് ഗുരു എന്നെയും നമസ്കരിച്ചു. കാരണം ഇതൊരു ചടങ്ങായി മാറിയിട്ടുണ്ട്. മറിച്ച് അതിൻ്റെ കാരണം ഇതാണ്. ഗുരുശിഷ്യ പാരസ്പര്യത്തിൽ ഗുരുവിൻ്റെ പാദത്തെ സ്പർശിക്കുമ്പോൾ, പാദോപസംഹരണം ചെയ്യുമ്പോൾ ഗുരു ഇത് ഉപദേശിക്കും. ശ്രീവിദ്യയിലൊക്കെ ആകുമ്പോൾ അത് അഷ്ടമി തിഥിയിലാണെന്ന് തോന്നുന്നു. പിന്നെ ചടങ്ങുകളൊക്കെ ഉണ്ട്, നമുക്ക് പിന്നീട് കാണാം.
അപ്പം അതിൽ എങ്ങനെയാണ് അനാഹതത്തിൽ നിന്ന് കോടി സൂര്യ പ്രഭയോടുകൂടി വിശുദ്ധി ചക്രത്തെ പ്രഭാപൂരിതമാക്കി ആജ്ഞാ ചക്രത്തെ സ്പർശിക്കുന്നത്, അത് കഴിയുമ്പോഴാണ് അയാൾക്ക് ആജ്ഞാശക്തി ഉണ്ടാകുന്നത്. പറയുന്ന കാര്യം ശരിയാണെന്ന് ഉത്തമ ബോധ്യമുണ്ടാകും, സംശയം ഇല്ലാതാകുന്നു, സംശയഗ്രന്ഥികളെല്ലാം പൊട്ടുന്നത്. അതുവരെയുള്ളതൊക്കെ സംശയമാണ്. അവിടെ അറിയേണ്ടതിനെ അറിഞ്ഞതുകൊണ്ട് എല്ലാ സംശയങ്ങളും അസ്തമിക്കുന്നു. അത് കാമരാജകൂടം. ആജ്ഞയിങ്കൽ നിന്ന് ഇതുവരെ നമ്മൾ അഗ്നിയെയും സൂര്യനെയുമാണ് പറഞ്ഞത്, ഓർമ്മിക്കുന്നുണ്ടാവും. പ്രളയകാല അഗ്നി ആണ് ആദ്യം പറഞ്ഞ പ്രകാശം. രണ്ടാമത് പറഞ്ഞത് കോടി സൂര്യപ്രകാശമാണ്. ഇനിയുള്ളത് കോടി ചന്ദ്രപ്രഭയോടുകൂടി ലലാടമധ്യസ്ഥമായ സദാശിവ തത്വത്തെ സ്പർശിക്കുന്നു. ഇത് ശക്തികൂടം. കോടി ചന്ദ്രപ്രഭയോടുകൂടി ലലാടമധ്യസ്ഥമായ, ലലാടം നെറ്റി, അവിടെ സദാശിവ തത്വത്തെയാണ് സ്പർശിക്കുന്നത്. ആരോഹണക്രമത്തിൽ അഗ്നി, സൂര്യൻ, സോമൻ. അവരോഹണത്തിൽ പറഞ്ഞാൽ സോമ, സൂര്യ, അനലന്മാർ. ഉപാസകൻ സോമന് പ്രാധാന്യം കൂടുതൽ കൊടുക്കും. സോമത്തെ യാതൊരുവൻ അറിയുന്നുവോ അവനെല്ലാം അറിയുന്നു. അതുകൊണ്ടാണ് അറിയുന്ന ബ്രാഹ്മണൻ പതിവായി 2 ആഹൂതികളെ ചെയ്യുമ്പോൾ ഒന്ന് അഗ്നിക്കും ഒന്ന് സോമനുമാണ്. അഗ്നിഷ്ഠോമങ്ങൾ എന്നാണ് അതിന് പറയുക. ഓം അഗ്നയേ സ്വാഹ, ഓം സോമായ സ്വാഹ. അതിന് ദർശമെന്നും പൗർണമാസമെന്നും പറയും. അവയില്ലാത്തവന്റെ സന്തതികൾ കഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് വേദങ്ങൾ പേർത്തും പറയുന്നുണ്ട്. ദർശം, പൗർണമാസം, അഗ്രയണം, അതിഥി പൂജനം, ഇതൊക്കെ വളരെ വിശിഷ്ടമായി പറയുന്നുണ്ട്. ചാതുർമാസ്യം, ഇതെല്ലാം വേണമെന്നാണ്. ഗൃഹസ്ഥനായാൽ പ്രത്യേകിച്ച്. സന്യാസിക്ക് അഗ്നിയില്ല. അഗ്നിയെ തൻ്റെ അന്തർനിഹിത അഗ്നിയാക്കി ബോധ്യപ്പെട്ടതുകൊണ്ട് ബാഹ്യാഗ്നിയിൽ ഒന്നുമില്ല. അപ്പോ ആരോഹണ അവരോഹണ ക്രമത്തിൽ ഔഷധങ്ങളൊക്കെ തീരുമാനിക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. അവയിലിരിക്കുന്ന അഗ്നിസോമങ്ങൾ, സോമം പ്രത്യേകിച്ചു. സോമം നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. വേറൊരു ക്ലാസ്സിൽ സോമം ഏറ്റവും കൂടിയ ഔഷധങ്ങളായി ഇപ്പോൾ എടുക്കുന്നതെന്ന് തോന്നുന്നു. ഇതിലെ സോമത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ഔഷധം പറിക്കാൻ പോകുമ്പോൾ, വരച്ചു കൊടുക്കുമ്പോൾ ജീവിതത്തിൽ
സത്യധർമാദികൾ വെച്ച് പുലർത്തിയവരാണ് എടുക്കുന്നതെങ്കിൽ അവരിലുള്ള സോമവും ആ ഔഷധത്തിലേക്ക് കലരും. അതുകൊണ്ടാണ് പഴയ തന്ത്രങ്ങളിൽ വെള്ളയോ ചരകാദികൾ കാവിയോ അഗ്നിയുടെ രൂപമായ കാവിയോ സോമത്തിൻ്റെ സാത്വികീവൃത്തിയായ വെളുപ്പോ ഉപയോഗിക്കണമെന്ന് നിർദ്ദേശിച്ചു. അതുകൊണ്ടാണ് പാശ്ചാത്യർ അതിനെ സ്വീകരിച്ചപ്പോൾ വെള്ള സ്വീകരിച്ചത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ആധുനിക ഭിഷഗ്വരന്മാർ വെള്ളയും വക്കീലന്മാർ കറുപ്പും ധരിക്കുന്നത്. കളിയായി പറഞ്ഞതല്ല. സത്യത്തെ മൂടിവെച്ച് തൊഴിൽ ചെയ്യുന്നുവെന്ന് ലോകത്തോട് ഉറക്കെ പറയുന്നത് വക്കീലും, സത്യം മാത്രമാണിത് എന്ന് പറയുന്നത് ഭിഷഗ്വരനും. കോടതിക്ക് സത്യം ആവശ്യമേ ഇല്ല. അതുകൊണ്ടാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. അതില് തൃതീയ കൂടത്തില് സാധനാ ചതുഷ്ടയം. നമുക്കിനി ആ കൂടങ്ങളിൽ ഈ മന്ത്രത്തിൽ അതിലെ വർണ്ണങ്ങൾ എന്തെല്ലാം തരും എന്നൊന്ന് മനസ്സിലാക്കിയിട്ട് പഠിച്ചാൽ എളുപ്പമുണ്ട്. അതിനു വേണ്ടിയാണ് ആ വഴിക്കൊരു ചെറിയ ശ്രമം നടത്തുന്നത്. സാധനാ ചതുഷ്ടയ സമ്പന്നനായാൽ മാത്രമേ ശാസ്ത്രം പഠിക്കാൻ പറ്റുള്ളൂ. വിവേകം, വൈരാഗ്യം, സമാധി, ഷഡ്ക സമ്പത്തി, മുമുക്ഷുത്വം, ഇതാണ് സാധനാ ചതുഷ്ടയം. ഭാരതീയ ആധ്യാത്മിക ശാസ്ത്രം പഠിക്കുമ്പോൾ ഇത് 4 ഉള്ളവർ ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അവരാണ് അധികാരി. ഭാരതീയ ദർശനങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ അതിൽ അധികാരി, വിഷയം, സംബന്ധം, പ്രയോജനം, ഇത്രയും ആദ്യം മനസ്സിലാക്കണം. എന്തു പഠിക്കുമ്പോഴും അധികാരി പഠിക്കാൻ പോകണം. അതൊന്നും വേണ്ടെന്ന് തീരുമാനിച്ചത് ലോർഡ് കഴ്സന്റെ കാലത്താണ്, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. ഭാരതീയ ദാർശനികന്മാർ പറഞ്ഞതൊക്കെ തട്ടിപ്പാണെന്നും എല്ലാവർക്കും പഠിക്കാൻ അധികാരമുണ്ടെന്നും ഒക്കെ പറഞ്ഞാണ് ജനാധിപത്യം വന്നത്. എല്ലാവരും പഠിക്കാൻ ആയി, എല്ലാവരും പഠിപ്പിക്കാനും യോഗ്യരായി. എന്തു പഠിച്ചു എന്ന് ചോദിക്കരുതെന്നായി. പ്രാചീനർ പറഞ്ഞത് ഏത് വിഷയം പഠിക്കണമെങ്കിലും അതിന് അധികാരിയായവൻ പഠിക്കണം. അധികാരിയായവൻ പഠിക്കുമ്പോൾ അവനുണ്ടാകുന്ന ഒരു ആനന്ദം അന്യരിലേക്ക് പ്രസരിക്കും. ഇത് നിങ്ങളോട് ചോദിച്ചാണ്. നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന നിങ്ങളുടെ തൊഴിൽ, നിങ്ങളുടെ കുടുംബജീവിതം, നിങ്ങളുടെ സാമൂഹ്യ ജീവിതം, കൂട്ടുകാരോടൊപ്പമുള്ള ജീവിതം, ഇവയൊക്കെ എടുത്തു വച്ചിട്ട് നിങ്ങളിൽ എത്ര പേർ ഒരു പരാതിയുമില്ലാതെ ശാന്തരായി ദാന്തരായി ഇരിക്കുന്നു?
ശാന്തരായി ദാന്തരായി ഇരിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങളിപ്പോൾ ചെയ്യുന്നതിന് നിങ്ങൾ അധികാരിയല്ല എന്ന് തന്നെയാണ്. ഇനി മാറ്റാൻ പറ്റൂല. കാരണം ആ ചക്രത്തിൽപ്പെട്ട് കറങ്ങുകയാണ്. ഇതുകൊണ്ട് ഉടനെ അത് വലിച്ചെറിയണം എന്നല്ല പറഞ്ഞതിനർത്ഥം. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കുക. എൻ്റെ ഭാര്യയെക്കുറിച്ച്, എൻ്റെ ഭർത്താവിനെക്കുറിച്ച്, എൻ്റെ മക്കളെക്കുറിച്ച് അസ്വസ്ഥതകളും പരാതികളും നിലനിൽക്കുമ്പോൾ ഞാൻ എടുക്കുന്ന വസ്തുക്കൾ അവയുടെ ഘടന മാറുമോ? ഞാൻ വാങ്ങുന്ന വസ്തുക്കൾ അവയുടെ സ്വഭാവത്തിന് മാറ്റം വരുമോ? ഞാനിരിക്കുന്ന സ്ഥലത്തിന് മാറ്റമുണ്ടാകുമോ? ഉത്തരോത്തരം വർദ്ധിക്കേണ്ടതിന് പകരം വിനാശങ്ങളുണ്ടാകുമോ? ഇങ്ങനെ ചിന്തിച്ച ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു. ശരിയോ തെറ്റോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചുകൊള്ളുക. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് അധികാരമില്ലാത്ത ഒന്ന് കൈകാര്യം ചെയ്യുമ്പോൾ വരുന്ന എൻ്റെ അസ്വസ്ഥത എൻ്റെ ചുറ്റുപാടുമുള്ള ചെടികളിൽ പ്രതിഫലിക്കുമോ? അവിടുത്തെ പ്രകൃതിയിൽ പ്രതിഫലിക്കുമോ? എന്നോട് ഇടപെടുന്ന ആളുകളിൽ ആ അസ്വസ്ഥത നിഴലിക്കുമോ? എൻ്റെ കുട്ടികളിലേക്ക് അവയായിരിക്കുമോ ഞാൻ കൈമാറിക്കൊടുക്കുന്നത് അറിയാതെ? അവരേത് സ്കൂളിൽ പഠിച്ചാലും കോളേജിൽ പഠിച്ചാലും എത്ര ഡിഗ്രികൾ സമ്പാദിച്ചാലും അവരിലേക്ക് പകർന്നു കൊടുക്കുന്നത് ഞാൻ ഈ അസ്വസ്ഥത തന്നെ ആയിരിക്കുമോ? ഇങ്ങനൊരു അന്വേഷണത്തിൽ സാങ്കത്യമുണ്ടോ? അത്ര അറിഞ്ഞാൽ മതി. ശരിയാണോന്നല്ല ഞാൻ ചോദിച്ചു, തെറ്റാണോന്നല്ല ഞാൻ ചോദിച്ചു. ആ രണ്ടഭിപ്രായവും നിങ്ങൾക്കുണ്ടാകാം. കുറച്ചു പേർക്ക് ഞാൻ പറയുന്നു എന്നുള്ളത് കൊണ്ട് കേൾക്കുമ്പോഴേ വളരെ ശരിയാണെന്ന് തോന്നി. കുറച്ചു പേർക്ക് എന്തായാലും ഇതൊക്കെ തെറ്റാണ് എന്നും തോന്നിയെന്ന് വരാം. അത് രണ്ടുമല്ല എൻ്റെ ചോദ്യം. എൻ്റെ ചോദ്യം, അങ്ങനൊരു അന്വേഷണത്തിന് സാങ്കത്യമുണ്ടോ? ഉണ്ട്. അപ്പൊ ഇപ്പം മുതലൊന്ന് അന്വേഷിക്കുക. കുടുംബജീവിതം മാത്രമല്ല, എല്ലാത്തിലും. ഞാൻ നിങ്ങൾ ഇടപെടുന്ന സകലതിൻ്റെയും നിങ്ങളുടെ അധികാരമാവണം. നിങ്ങളുടെ ഭാര്യ, ആ ഭാര്യയെ വിവാഹം കഴിച്ച് ഭർത്താവായി ജീവിക്കാൻ നിങ്ങൾ അധികാരിയാണോ? മറ്റൊരുത്തൻ നന്നായി ജീവിപ്പിക്കുമായിരുന്ന നല്ല ജീവിതത്തിൽ പോകാവുന്ന ഒരുത്തിയുടെ ജീവിതവും കളഞ്ഞ് നിങ്ങളും അസ്വസ്ഥമാകുന്ന ഈ രണ്ടുപേരൂടെ വന്നിട്ടുള്ളവർ ശ്രമിക്കുക. ചിലരത് കാരണം ഇന്ന് മനഃപൂർവ്വം ചിലരെ കൊണ്ടുവന്നിട്ടുണ്ട്. മുരളിയൊക്കെ ആ കൂട്ടത്തിലാവില്ല. കാരണം ശല്യം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ അധികാരിയാണ് എങ്കിൽ അഭിപ്രായങ്ങൾ ഒരു വഴക്കുമില്ലാതെ പരസ്പരം ഒരാൾ പറയുമ്പോൾ തന്നെ അതിൻ്റെ അന്തർനിഹിതമായ അർത്ഥം മനസ്സിലാവും. ഒരുവന് പ്രിയം പറയുമ്പോൾ മനസ്സിലാകുന്നതിനേക്കാൾ അവൻ്റെ ഭാര്യയെ ഒരുവൾക്ക് പ്രിയം പറയുമ്പോൾ മനസ്സിലാകുന്നതിനേക്കാൾ അവളുടെ ഭർത്താവിനെ മനസ്സിലാകുന്നത്
പിണങ്ങുമ്പോഴായിരിക്കും. കാരണം തന്നോട് വിയോജിക്കുകയും കലഹിക്കുകയും ചെയ്യുമ്പോഴാണ് തന്നോടുള്ള പ്രിയത്തിൻ്റെ ആധിക്യവും തന്നെ എത്രത്തോളം പൊസസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഭാവവും ആദ്യം മനസ്സിലാവും. ഇത് മനസ്സിലാകാത്തത് കൊണ്ടാണ് നിങ്ങൾ ക്ലേശിക്കുന്നത്. ഇത് മനസ്സിലായാൽ ഈ പണിക്ക് പോകേണ്ടതുമില്ല. അതാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത്. കാരണം പൊസസീവായിട്ടൊരാൾക്ക് സ്നേഹം വരുമ്പോഴാണ് അയാൾ നോക്കുമ്പോൾ, അയാൾ ഇടപെടുമ്പോൾ ഒക്കെ എന്നോടായിരിക്കണം കൂടുതൽ എന്നുള്ള തോന്നൽ വരുന്നത്. അയാൾ എങ്ങോട്ട് തിരിയുമ്പോഴും അതെല്ലാം നോക്കുന്നതും അപ്പോഴാണ്. അത് വരവ് വെച്ചു എന്ന് ബോധ്യപ്പെടുത്തുന്നത് അതിനധികാരിയായവൻ മാത്രമാണ്. അത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നിന്റെ സ്നേഹത്തെ, നിങ്ങളുടെ സ്നേഹത്തെ, പൊസസീവായിട്ടുള്ള സ്നേഹത്തെ ഞാൻ അറിയുന്നു എന്ന് ഭാവിച്ചാൽ അസ്വസ്ഥത തീർന്നു. അന്നേരം തീർന്നു. നിങ്ങളൊരാളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ആരെ സ്നേഹിക്കുന്നുവോ അവൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം സഫലമായി. അതിനാണ് എല്ലാവരും കിടന്ന് ഉഴറി ഓടുന്നത്. നിങ്ങൾ അച്ഛനെ സ്നേഹിക്കുമ്പോൾ, അമ്മയെ സ്നേഹിക്കുമ്പോൾ, ഭാര്യയെ സ്നേഹിക്കുമ്പോൾ, കാമുകിയെ സ്നേഹിക്കുമ്പോൾ, കുട്ടിയെ സ്നേഹിക്കുമ്പോൾ, ഗുരുവിനെ സ്നേഹിക്കുമ്പോൾ ഒക്കെ നിങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് എല്ലാം അങ്ങാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് ധരിപ്പിക്കാൻ ചെല്ലുമ്പോൾ ആദ്യം തന്നെ അത് മറ്റേയാൾ അംഗീകരിച്ചു എന്ന് വന്നാൽ ജന്മം സഫലമായി. അത് വരണമെങ്കിൽ പരസ്പരം അധികാരികളായിരിക്കണം അവിടെ ചേരുന്നത്. വിദ്യയ്ക്കുമുണ്ട് ഈ അധികാരി, എല്ലാ കർമ്മത്തിനുമുണ്ട് ഈ അധികാരി. അധികാരി, വിഷയം, എന്താണ് അവിടുത്തെ ബന്ധിപ്പിക്കുന്ന വസ്തു? അത് ഏത് രീതിവിധാനത്തിലാണ് എഴുതിയിരിക്കുന്നത്? സംബന്ധം, അതിൻ്റെ രീതിവിധാനം. എന്തിനിറങ്ങുമ്പോഴും അതിൻ്റെ പ്രയോജനം അറിയണം. പ്രയോജനം അനുദ്ദിശ്യ മന്തോപി ന പ്രവർത്തതേ. പ്രയോജനമില്ലാത്ത കാര്യത്തിന് മന്ദബുദ്ധികൾ പോലും പോവില്ല, പിന്നല്ലേ ബുദ്ധിമാന്മാർ. ഈ നാലെണ്ണം, ഇതിന് അനുബന്ധ ചതുഷ്ടയം എന്ന് പറയും. ഏത് ഭാരതീയ ദർശനം പഠിക്കുമ്പോഴും ഇതറിയണം. അതുപോലെ പ്രധാനമാണ് സാധനാ ചതുഷ്ടയം. ആധ്യാത്മിക ലോകങ്ങളിലേക്ക് പോകുമ്പോൾ വിവേകം, വൈരാഗ്യം, ശമാധി, ഷഡ്ക സമ്പത്തി, മുമുക്ഷുത്വം. ഇവിടെ നമ്മൾ കണ്ട തൃതീയ കൂടം അത് സകല ഹ്രീം എന്നാണ്. അത് അനേക കോടി ബ്രഹ്മാണ്ടങ്ങളിലുള്ള സർവപ്രപഞ്ചവും ഹൃ ഹൃ നശ്വരം, അനിത്യം. നിത്യ അനിത്യ വസ്തു വിവേകം
ഈ വർണ്ണങ്ങളിൽ സൂചിതമാണ്. സകല പ്രപഞ്ചവും നശ്വരവും ഈ ബ്രഹ്മം ശുദ്ധ ചിത് ഘനം മാത്രം ശാശ്വതവുമാണ്. അപ്പൊ നിത്യ അനിത്യ വസ്തു വിവേക പരിഗണ്യതേ, വിവേകമുണ്ടാകുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അത് ശാശ്വതമാണ് എന്നുള്ളത് സ എന്ന വർണ്ണം കൊണ്ടാണ്. സകാരത്തിൽ സർവവും ലയിക്കുന്നു. എല്ലാം അതിൽ ലയിക്കുമ്പോൾ അവയ്ക്ക് നാശം വരുന്നു, അത് ചെന്ന് ലയിക്കുന്നു. സകാരം, സകലയിലെ സകാരം. അന്തയതി നാശയതീതി സം എന്ന് വ്യാകരണം, എന്ന് വ്യുൽപ്പത്തി. നിത്യാനിത്യ വസ്തു വിവേകമുണ്ടാകണം എന്ന് സാരം. നിത്യവും അനിത്യവും. നിത്യോ അനിത്യാനാം ചേതനാനാം തതോ അന്യേദാർത്ഥം. നിത്യവസ്തുക്കളുടെയും അനിത്യവസ്തുക്കളുടെയും ചേതനങ്ങളുടെയും അചേതനങ്ങളുടെയും ധർമ്മസംബന്ധമില്ലാത്ത സത്യത്തെ തിരിച്ചറിയുന്നത്, അതാണ് വിവേകം. അവിടെ ഐഹികവും ആമുഷ്മികവുമായ സർവലോക സുഖത്തിലും ചേതനം അചേതനം അതുപോലെ തന്നെ നിത്യം അനിത്യം ആയ വസ്തുക്കളുടെയും ചേതനങ്ങളുടെയും ധർമ്മസംബന്ധമല്ല. അവയിൽ ഓരോന്നിൻ്റെയും ധർമ്മം അനിത്യധർമ്മമാണ്. ഒരു ചെടിക്ക് മധുരമാണ് അതിൻ്റെ ധർമ്മം, വേറൊന്നിന് കയ്പാണ് അതിൻ്റെ ധർമ്മം. സത്യമെന്നത് ഈ കയ്പുമല്ല മധുരവുമല്ല. അപ്പം ഓരോന്നിനും വരുന്നതായ അതിൻ്റെ ധർമ്മത്തിന് അതീതമായ എന്നുള്ളതാണ് സത്യം. അത് തിരിച്ചറിയുക എന്നുള്ളതാണ് വിവേകിയുടെ ലക്ഷ്യം. വിവേകിയായവൻ പരമമായ സത്യത്തെ അറിഞ്ഞുകൊണ്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ വികാരിയാവാതിരിക്കുന്നത്. അല്പമാത്രമായ കാര്യങ്ങളെ അറിയുന്നവനാണ് വികാരം കൊള്ളുന്നത്. ഇത് വികാരം കൊള്ളുന്നില്ല. അതുപോലെ തന്നെ ഐഹികവും ആമുഷ്മികവുമായ സർവലോക സുഖത്തിലും, അതായത് ഈ ലോകസുഖം, ഐഹിക സുഖം, അതുപോലെ തന്നെ പരലോക സുഖം, പിതൃലോകം, ദേവലോകം മുതലായവയിലെ സുഖം, പിതൃ സ്വർഗാദി ലോകങ്ങളിലെ സുഖം, ഈ ദുഃഖഭാവം, ഈല ഈര എന്നൊക്കെ പറയും. സകല ലോക സുഖങ്ങൾക്കും ദുഃഖങ്ങൾ കൂടപ്പുറപ്പാണ്. ഏതെല്ലാം സുഖമുണ്ടോ അതിലെല്ലാം ദുഃഖം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് വിവേകിക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് വിവേകി സുഖങ്ങളെ അന്വേഷിച്ചു പോവില്ല. വന്നു ചേരുന്നത് ഉപേക്ഷിക്കാനും ആവില്ല. വന്നു ചേരുന്നത് പൂർവ കർമാനുസാരമാണ്. അതുകൊണ്ട് സുഖം വന്നാൽ പായിട്ട് കൊടുത്തിരുന്നോളാൻ പറയും, ദുഃഖം വന്നാലും പായിട്ട് കൊടുത്തിരുന്നോളാൻ പറയും. ഉപേക്ഷിക്കാൻ പറ്റില്ല. തന്നെ അന്വേഷിച്ചു വരുന്നതാണ്. താൻ മുമ്പ് എവിടെയോ വിത്തിട്ടിട്ട് പോകുന്നതാണ്. അത് കിളുത്ത് ഫലമായി തന്നെ അന്വേഷിച്ചു വരികയാണ്. ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല. താൽക്കാലികമായി ഉപേക്ഷിച്ചാലും കറങ്ങിത്തിരിഞ്ഞ് പലിശ സഹിതം വീണ്ടും വരും. കൊണ്ട് വരുമ്പോഴേ സ്വീകരിച്ചാൽ അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനെ നേരിടാൻ ചിലപ്പോൾ ആരോഗ്യവും ഉണ്ടാവും. അല്ലെങ്കിൽ അതിനോട് മാറി നിൽക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ മാറി നിന്നു വരും. പുണ്യങ്ങൾ ഉണ്ടെങ്കിൽ മാറി നിന്നാൽ അവസാനം ഒന്നിച്ചു വരും. അതുകൊണ്ട് എല്ലാ സുഖത്തിനുള്ളിലും ദുഃഖം ഒളിഞ്ഞിരിപ്പുണ്ട്.
സുഖം വരുമ്പോൾ ഓർത്തുകൊള്ളണം, പുണ്യത്തിൽ നിന്നെടുത്ത് അനുഭവിച്ചു തീർക്കുക. ദുഃഖം വരുമ്പോൾ ഓർത്തുകൊള്ളണം, പാപം പലതും ക്ഷയിക്കുക. അങ്ങനെയാണ് അതിന്റെ നിർവചനം തന്നെ. സുപുണ്യം തസ്മാത് ഓഘതി ഉത്പദ്യത ഇതി സുഖം. ദു പാപം തസ്മാത് ഓഘതി ഉത്പദ്യത ഇതി ദുഃഖം. ഇങ്ങനെയാണ് അതിന്റെ കറക്റ്റ് നിർവചനം പ്രാചീനം. സു പുണ്യം തസ്മാത് ഓഘതി ഉത്പദ്യത ഇതി സുഖം. ദു ദുഹു ദു കഴിഞ്ഞ് വിസർഗ ഇടണം. പാപം തസ്മാത് ഓഘതി ഉത്പദ്യത ഇതി ദുഃഖം. അതുകൊണ്ട് പുണ്യത്തെ ആഗ്രഹിക്കുന്നവൻ സുഖത്തിന്റെ പിന്നാലെ പോവില്ല, ദുഃഖം അങ്ങ് അനുഭവിച്ച് തീർക്കാൻ തീരുമാനിക്കും. അത് വളരെ രസകരമായി അനുഭവിക്കുകയും ചെയ്യും. അനുഭവിക്കുക എന്നത് സുഖമായാലും ദുഃഖമായാലും മനസ്സെങ്ങനെ അനുഭവിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഏത് രസകരമായി അനുഭവിക്കുമ്പോൾ സുഖമാവൂല. അതാണ് അതിന്റെ പ്രത്യേകത. ദുഃഖം രസകരമായി അനുഭവിക്കുമ്പോൾ സുഖമാവില്ലേ എന്ന് ചോദിച്ചാലാവില്ല. കാരണം ദുഃഖം ദുഃഖം തന്നെയാണ്. പക്ഷെ അതിന് പരാതികളൊന്നുമില്ല. ഇത് പറ്റണമെങ്കിൽ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത സാധാരണക്കാരായിരിക്കണം, പണമൊന്നുമില്ലാത്ത കുടുംബത്തിൽ ജനിച്ചവരായിരിക്കണം, സവർണത, സാമ്പത്തികത, വിദ്യാഭ്യാസം ഇതൊക്കെ വരുമ്പോൾ സുഖം മാത്രമാണ് പ്രതീക്ഷിക്കുക. ചെറിയ ദുഃഖങ്ങളെ പോലും സഹിക്കാനാവില്ല. ഒരു നേരത്തെ ആഹാരം ഇച്ഛിക്കുന്നതൊന്നും മാറാൻ പോലും പറ്റുകയില്ല പലപ്പോഴും. യാദൃച്ഛികത അല്പം പോലും ഉണ്ടാവില്ല. അപ്പോൾ ഈ പുണ്യം മുഴുവൻ എടുത്തു തീർക്കുകയാണ്. അവിടെ പാപത്തിന്റെ സമ്പാദ്യം വളരെ കൂടുതലുണ്ടാവും, അതൊന്നിച്ചു വരും. ഇതാണ് അതിന്റെ വ്യത്യാസം. അവിടെ ദുഃഖം എല്ലാ സുഖത്തിലും ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് വിവേകം കൊണ്ടറിഞ്ഞ് സുഖദുഃഖങ്ങളെ പരിഗണിക്കാതിരിക്കുമ്പോഴാണ് വൈരാഗ്യം വരുന്നത്. കാരണം ഇതെല്ലാം ക്ഷണികമാണ്. അതുകൊണ്ട് വിരക്തി വേണം എന്ന് അർത്ഥം. സാധനാചതുഷ്ടയ സമ്പത്തില് വിവേകം ആ സകല വർണ്ണങ്ങൾക്ക്, ആ മന്ത്രവർണ്ണങ്ങൾക്ക് വിവേകം, വൈരാഗ്യം, വിരക്തി. ഛാന്തോഗ്യ ഉപനിഷത്തില് കർമ്മം കൊണ്ട് ഈ ലോകത്ത് സിദ്ധിക്കുന്ന സുഖസങ്കല്പ ലോകത്തിന് നാശമുണ്ട്, അതുപോലെ പുണ്യം കൊണ്ടുണ്ടാകുന്ന അന്യ പിതൃ സ്വർഗാദി ലോകങ്ങളും നാശമുള്ളവയാണ് എന്ന് പറയുന്നുണ്ട്.
അതുപോലെ മുണ്ടക ഉപനിഷത്തില് കർമ്മം കൊണ്ടുണ്ടാകുന്ന ലോകങ്ങളെ വേണ്ടതുപോലെ പരീക്ഷിച്ചറിഞ്ഞിട്ട് പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ എന്ന് തുടങ്ങുന്ന മന്ത്രം. പരീക്ഷിച്ചറിഞ്ഞിട്ട് ജ്ഞാനി അകർമ്മങ്ങളും കർമ്മങ്ങളും കൊണ്ടുണ്ടാകുന്ന സർവവിഷയങ്ങളിലും വൈരാഗ്യത്തെ പ്രാപിക്കുന്നു, നിർവേദത്തെ പ്രാപിക്കുന്നു എന്ന് പറയുന്നു. അത് ഈ മന്ത്രവർണ്ണത്തിന്റെ അർത്ഥമാണ്. ഹ്രീങ്കാരത്തിലെ ഹൃദ് അന്ധക്കരണമാണ്. ഹൃദ് ശബ്ദം അന്ധക്കരണത്തിന് ഹ ഋ. ഹ ഇർണങ്ങൾക്ക് ഹകാരം, ഗർവവാചിം രവർണം ഇന്ദ്രിയവാചി. ഹ ശങ്കരേ ഹരൗ ഹംസ രണ രോമാഞ്ചവാജിഷു എന്ന് കോശം. നിഘണ്ടു ശബ്ദങ്ങളുടെ അർത്ഥം. ഇടയ്ക്ക് അല്പെങ്കിലും ഇരിക്കട്ടെ എന്ന് വെച്ചാണ് അത് പറയുന്നത്. കാരണം ഇങ്ങനെയൊക്കെ പ്രാചീനർ ശബ്ദശാസ്ത്രത്തെ പഠിച്ചിട്ടുണ്ട് എന്നൊരു അത്ഭുതമെങ്കിലും തോന്നാൻ. എല്ലാം മനസ്സിലാകും എന്ന് വിചാരിച്ചല്ല. നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നുവോ അതിലല്ല എനിക്ക് താല്പര്യം. നിങ്ങൾക്കെന്ത് മനസ്സിലാകാതെ ഈ ക്ലാസ്സിൽ നിന്ന് പോകുന്നു അതിലാണ് എനിക്ക് താല്പര്യം. നിങ്ങൾ ക്ലാസ് എന്ന് പറയുമ്പോൾ എല്ലാം മനസ്സിലായി കിട്ടുന്നതിനെ കുറിച്ചാണ് സങ്കല്പിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ച് സംവത്സരങ്ങളിലൂടെ വന്നാണ് സനാതനധർമ്മം ഒരു പരുവത്തിലായിരിക്കുന്നത്. മനസ്സിലാകാതിരുന്നിരുന്നു എങ്കിൽ അതിൻ്റെ യഥാർത്ഥ സത്തയിലുള്ള അത്ഭുതം നിലനിൽക്കുമായിരുന്നു. ഏതെങ്കിലും ജന്മത്തിൽ അത് പഠിക്കാൻ പറ്റുമായിരുന്നു. ഏതൊന്ന് എല്ലാം മനസ്സിലായി എന്ന് തോന്നുന്നുവോ അപ്പോഴാണ് മനസ്സിലായി എന്ന തോന്നലും ഒന്നും മനസ്സിലാകാതിരിക്കലും ഉണ്ടാകുന്നത്. അധ്യാപകന് മനസ്സിലായി, വിദ്യാർത്ഥിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പഠിപ്പിച്ചു, വിദ്യാർത്ഥി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി മുഴുവൻ മാർക്കും വാങ്ങിച്ചു. ഇതെല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇത്രയധികം ശാസ്ത്രം പഠിച്ചിട്ട് കഴിഞ്ഞ 500-600 സംവത്സരങ്ങൾ എടുത്താൽ ഒരു ശാസ്ത്രജ്ഞനെ പോലും വിദ്യാഭ്യാസം സംഭാവന ചെയ്യുന്നില്ല. അതിനർത്ഥം അത് കണ്ടെത്തിയവന്റെ പിന്തുടർച്ചക്കാരനായി പോകാൻ തക്കവണ്ണം ആ ശാസ്ത്രം മനസ്സിലായിട്ടല്ല പരീക്ഷ എഴുതിയത്. അത് മനസ്സിലായവനല്ല പഠിപ്പിച്ചത്. നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നറിയില്ല. അത് മനസ്സിലായവൻ പഠിപ്പിക്കുകയും അത് മനസ്സിലാക്കാൻ പറ്റിയവൻ പഠിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിലായതിനേക്കാൾ എനിക്ക് മനസ്സിലാകാനുണ്ടെന്നൊരു ബോധ്യം വരും. അതിൻ്റെ അന്വേഷണമാണ്, ആ ജിജ്ഞാസയാണ് അവനെ ശാസ്ത്രകാരനാക്കുന്നത്. ആധ്യാത്മിക വിഷയങ്ങൾ പഠിക്കുമ്പോഴും ഇതെല്ലാം ഒറ്റയടിക്കങ്ങ് മനസ്സിലാക്കി തരും എന്ന വ്യാമോഹം എനിക്കില്ല. ഒരു വലിയ മതിലിനിപ്പുറത്ത് നിന്ന് മതിലിനപ്പുറത്ത് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ലോകമുണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ വിടുക. പറ്റുന്നിടത്തോളം കാലം ഈ മതിലെ ചാടിക്കേറി നോക്കാനെങ്കിലും പറ്റുമെന്ന് നോക്കുക. കയറാൻ പറ്റുകയില്ലാത്ത മുടന്തന്മാരായ നിങ്ങൾ വല്ല കല്ലുമൊക്കെ പെറുക്കി വെച്ച് കയറുക, കല്ലുകൊണ്ട് താഴെ വീഴുക, വീണ്ടും പെറുക്കി വെക്കുക. കാരണം ഏതായാലും ഇത് കാണാതെ പോക പറ്റില്ല എന്ന് തീരുമാനമെടുക്കുന്നിടത്ത് എത്തിയാൽ എൻ്റെ ഉദ്ദേശം സഫലമായി.
പറഞ്ഞാൽ മനസ്സിലായോ എന്നറിയില്ല. ഞാൻ അതിനെ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളൂ. അതിൽ നിങ്ങൾക്ക് മനസ്സിലായതെന്തോ അത് ശാശ്വതമായി മനസ്സിലായതുമാണ്. അപ്പോൾ തന്നെ കിട്ടുന്ന ഒരു ആനന്ദമാണ് അത് പഠിക്കാനുള്ള ആവേഗമായി മാറുന്നത്. ശബ്ദാർത്ഥത്തെ സംബന്ധിച്ചുള്ള പ്രാചീനന്റെ പഠനങ്ങളിൽ ഇത് വളരെ പ്രധാനമാണ്. ബഹ്രു ഇന്ദ്രിയങ്ങൾ, ഈ എന്നാൽ ഗതി, ഇന്ദ്രിയങ്ങളുടെ ഗതി. ഇന്ദ്രിയങ്ങൾ എങ്ങോട്ടാ പോകുന്ന? വിഷയങ്ങളിലേക്ക്, അതാതിൻ്റെ വിഷയങ്ങളിലേക്കുള്ള വ്യാപാരം. ശബ്ദത്തിലേക്ക് ശ്രോത്രേന്ദ്രിയം, രൂപത്തിലേക്ക് നേത്രാന്ദ്രിയം, അങ്ങനെ ആ ഇന്ദ്രിയ വ്യാപാരങ്ങളെ ഹ്രൂ ഇന്ദ്രിയങ്ങളെന്ന് അർത്ഥമുണ്ട്. ഇവിടെ ആ അർത്ഥത്തിലാണ് എടുത്ത് പ്രയോജനം. അനേക അർത്ഥങ്ങളുണ്ടൊരു വർണ്ണത്തിന്. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് സാധനാചതുഷ്ടയ സമ്പത്തിയോട് ചേർത്ത് പറയുമ്പോൾ ഇങ്ങനെയാണ് അർത്ഥം. അവിടെ ഇന്ദ്രിയ വ്യാപാരങ്ങളെ മിനോതി, നശിപ്പിക്കുന്നു. മ ശബ്ദത്തിന് നിഗ്രഹം എന്നൊരർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ഓംകാരത്തിലെ അകാര ഉകാര മകാരം മ എന്നുള്ള ശബ്ദം വരുമ്പോൾ ജാഗ്രത്തും സ്വപ്നവും മിനോതി. ജാഗ്രത് സ്വപ്നങ്ങൾ അവിടെ ചെന്ന് ലയിക്കുന്നു, നശിക്കുന്നു. അതുകൊണ്ട് സുഷുപ്തനാകുന്നു. രണ്ടും അവിടെ ചെന്ന് ലയിക്കുന്നത് കൊണ്ടാണ് സുഖമാകുന്നത്. അവിടെ അന്ധക്കരണ നിഗ്രഹം, ഇന്ദ്രിയങ്ങളുടെ നിഗ്രഹം, ബാഹ്യം ആഭ്യന്തരം എന്ന നിലയിൽ ആഭ്യന്തരമായ അന്ധക്കരണത്തിന്റെ നിഗ്രഹം, അതിനെ ശമം എന്ന് പറയും. നേരത്തെ വിവേകം കണ്ടു, രണ്ടാമത് വൈരാഗ്യം കണ്ടു, ഇപ്പം ശമം. ഹ്രൂ ഈ, ഹ്രീ ഈ. ഈം എന്നുള്ളതിന്റെ മ. അതുപോലെ ബാഹ്യ ഇന്ദ്രിയ നിഗ്രഹം, ദമം, ശമം, ദമം. അതിൽ ഈ ല എന്ന രണ്ടക്ഷരം ചേരുമ്പോൾ സമ്പാദിക്കണം എന്നർത്ഥം വരും. അപ്പൊ ശമവും ദമവും നിങ്ങൾ സമ്പാദിക്കണം. ഈല, അതിന് സംസ്കൃതത്തിൽ പ്രാപ്നുഹി എന്ന് പറയും. ഇനി ഹ്രിയെ വേറൊരു തരത്തിൽ നോക്കാം. അതാതിന്ദ്രിയങ്ങളുടെ വിഷയങ്ങളിലേക്കുള്ള യാത്ര, ഗതി. ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളിലേക്കുള്ള യാത്രയെ നിയന്ത്രിക്കുന്നത് വാസനയാണ്. അല്ലാതെ ഇന്ദ്രിയങ്ങൾക്ക് സ്വയം ശക്തിയൊന്നുമില്ല. ലക്ഷക്കണക്കിന് കാഴ്ചകൾ കണ്ണിന് മുമ്പിലൂടെ പോകും. കോടാനുകോടി ശബ്ദങ്ങൾ ചെവിക്ക് അടുക്ക കൂടെ പോകും. ഇവയൊന്നും പ്രതികരണം ഉളവാക്കുന്നില്ല. ഇന്ദ്രിയങ്ങൾ പ്രതികരിക്കുന്നത് ചില ശബ്ദങ്ങളോട്, ചില രൂപങ്ങളോട്, ചില സ്പർശങ്ങളോട് ഒക്കെ മാത്രമാണ്. അതാണ് വിവേകി നോക്കിക്കാണുന്നത്. വിവേകി നോക്കുമ്പോൾ എത്രയോ ലക്ഷം ശബ്ദങ്ങൾ വരുന്നുണ്ട്. പൂർവവാസന ഉത്തേജിതമായി അതിൽ നിന്ന് ചിലത് കയറി പിടിക്കുകയാണ്. അത് കയറി പിടിക്കാൻ തുടങ്ങുമ്പോൾ വിചാരിക്കണം, എൻ്റെ വാസനയാണ് കയറി പിടിച്ചിരിക്കുന്നത്. അപ്പുറത്തുനിന്ന് പറയാണ് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ അതൊന്നും സമ്മതിക്കില്ല.
പണ്ഡിതന്മാർ പോലും വാസനയ്ക്കനുസരിച്ച് മാത്രമാണ് ശബ്ദങ്ങളെ സ്വീകരിക്കുന്നതും നിരാകരിക്കുന്നതും. സത്യത്തെ ആസ്പദമാക്കിയല്ല. അതുകൊണ്ട് ഓരോ ശബ്ദത്തെയും തന്റെ വാസനയാണ് കയറി പിടിക്കുന്നത്. ഇപ്പൊ വിഷയങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങളുടെ യാത്ര വാസനയെ ആശ്രയിച്ചാണ്. പ്രസ്തുത വാസനകളെ മിനോതി. വാസന നിഗ്രഹരൂപമായ ഉപരതി, ശമം ദമം ഉപരതി, ഉപരാമം, ഈല പ്രാപിക്കണം, ഉപരതിയെ പ്രാപിക്കണം. മന്ത്രത്തിലെ വർണ്ണങ്ങളാണ് ആ വർണ്ണത്തിന്റെ അർത്ഥമായി പറയുന്നത്. ഇത് പഠിച്ച് ഇതായിട്ടുള്ള ആളാണ് കേൾക്കുന്നതെങ്കിൽ അയാൾക്ക് മനസ്സിലാവും ഇതെല്ലാമാണ് ഗുരു ഉപദേശിച്ചത്. ശിക്ഷാശാസ്ത്രമൊക്കെ പഠിച്ച ആളിനോടാണ് ഈ മന്ത്രം ഉപദേശിക്കുന്നതെങ്കിൽ അയാൾക്ക് മനസ്സിലാവും മന്ത്രം കൊണ്ട് ഇതൊക്കെയാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ പോയി നിരന്ന് അവിടെ ഇരിക്കും, ഒരാൾ വരും, പിടിച്ചോ മന്ത്രം എന്ന് പറയും. സ്റ്റേജിലിരിക്കുന്ന 1,00,000 പേർക്ക് ഉപദേശിക്കും. 1,00,000 രൂപയും 1,01,000 രൂപയും മുണ്ടും അതും ഇതുമൊക്കെ ദക്ഷിണയും കൊടുക്കും. മന്ത്രം കൊണ്ട് ദീക്ഷിതനായി. അതുകൊണ്ട് ഇപ്പം ദീക്ഷിതരാണെന്ന് പറഞ്ഞ് നമ്മൾ നടക്കുകയും ചെയ്യും. നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യവും നടന്നില്ലെങ്കിൽ പറയുകയും ചെയ്യും മന്ത്രം കുന്ത്രം എന്നൊക്കെ പറയുകയും ചെയ്യും. മന്ത്രം അതിൻ്റെ ശരിയായ ദൃഷ്ടികോണത്തിൽ അറിയുന്ന വഴിയെങ്കിലും പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിത് പഠിച്ചു പോയിട്ട് മറ്റുള്ളവരെ വിമർശിക്കാനല്ല, നിങ്ങൾ പഠിക്കുമ്പോൾ ഉൾക്കൊള്ളാനാണ് ഞാൻ ഈ പറയുന്നത്. മറ്റൊരു മനസ്സിലാക്കിയിട്ടാണോ ഇത് പഠിച്ചതല്ലയോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് പുറത്തിറങ്ങി എൻ്റെ ഈ വാക്കിനെ പ്രതി അതിനെ വിമർശിക്കാൻ പോകരുത്. അത് ഞാൻ പറഞ്ഞതല്ല. നിങ്ങൾ ആദ്യം അതായിരിക്കും ശ്രമിക്കുന്നത്. വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ വിളിച്ചിട്ട് അതിനല്ല, അത് അവൻ്റെ പാട്, അവൻ്റെ ദുരിതം, അവൻ്റെ പുണ്യം. ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്കും എനിക്കും മനസ്സിലാകാൻ വേണ്ടിയാണ്. അപ്പൊ വാസനാനിഗ്രഹം, ഉപരാമം, ഉപരതി, ഈല പ്രാപിക്കണം. ഏ എന്ന് ശബ്ദം വരുമ്പോ ന ശബ്ദശ്ച, മൗനിയായിരിക്കുക. ന ശബ്ദശ്ച, ഏ ദീർഘം. ശബ്ദമില്ലാതിരിക്കുക, മൗനിയായിരിക്കുക എന്ന് പറഞ്ഞാൽ മൗനത്തിന്, മൗനമാകുക ഒരാൾ എന്ന് പറഞ്ഞാൽ എല്ലാം സഹിക്കുക എന്നാണ് അർത്ഥം. മൗനം എല്ലാം സഹിക്കാൻ കഴിവുള്ളവന് മാത്രമേ പറ്റൂ. കാരണം ആദ്യത്തെ പ്രതികരണം ശബ്ദരൂപത്തിലാണ് വരുന്നത്. കാരണം ആദ്യം ഉണ്ടായത് ശബ്ദമായതുകൊണ്ട് ശബ്ദരൂപത്തിലെ പ്രതികരണങ്ങൾ ആദ്യം വരുള്ളൂ. അത് കഴിഞ്ഞേ കായികവുമൊക്കെ തുടങ്ങുള്ളൂ. ആന്തരികവും ബാഹ്യവുമായ മൗനം ഒരാൾക്കുണ്ടായാൽ അയാൾ പ്രതികരണം കുറഞ്ഞവനാണ്. അങ്ങനെ ഒന്ന് സംഭവിക്കണം എങ്കിൽ സഹിക്കാൻ കഴിവുള്ളവനായിരിക്കും, നല്ല ബലമുള്ളവനായിരിക്കും. ലോകത്തെ ഏറ്റവും കൂടുതൽ വിജയം നേടുന്നതിന് കാരണമായ ഒന്ന് ഈ സഹനമാണ്.
സഹനം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിത വിജയമുണ്ടാവൂ. ഭാര്യ എന്തെങ്കിലും കാണിച്ചു, ഭർത്താവ് എന്തെങ്കിലും കാണിച്ചു, മക്കൾ എന്തെങ്കിലും കാണിച്ചു, സഹിക്കാതിരിക്കാനാണ് ആധുനിക ചർച്ചകളും ചിന്തകളും. ഇന്നങ്ങനെയാണ് കാണുന്നത്. ഹിന്ദു സമൂഹം തന്നെ ഇന്നങ്ങനെയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ നേതാക്കന്മാർ പണ്ടൊരുപാട് സഹിച്ചു, പണ്ടുള്ളവർ അങ്ങനെ തെറ്റായി പഠിപ്പിച്ചു, ഋഷിമാരുമൊക്കെ. അതുകൊണ്ട് ഞങ്ങളിപ്പം നിങ്ങളെ പുതുതായി പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്, ഒന്നും സഹിക്കരുത്. എന്ന് പറഞ്ഞാണ് ഗോഗുവ വിളിക്കുന്നത്. അത് കഴിയുമ്പോഴാണ് നിങ്ങളുടെ ചേതനൻ തകരാറിലാകുന്നത്. മൗനിയായിരിക്കുക, സഹിക്കുക എന്ന് പറഞ്ഞാൽ തിതിക്ഷയുണ്ടാകണം. ശമം, ദമം, ഉപരതി, തിതിക്ഷ. തിതിക്ഷയെ പ്രാപിക്കണം എന്നർത്ഥം. ഹ്രീം എന്ന് പറഞ്ഞാൽ വിധിയാം വണ്ണം ഗുരുവാക്യത്തില്, വേദാന്തവാക്യത്തില് പ്രവർത്തിപ്പിക്കുക. ഗുരു, ശാസ്ത്രം, ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധി അവധാരണ, അതിനെ ശ്രദ്ധ എന്നാണ് പറയുക. ശ്രദ്ധയുണ്ടാവുക. അതുണ്ടാവണം. അപ്പം ശമം, ദമം, ഉപരതി, തിതിക്ഷ, ശ്രദ്ധ. അങ്ങനെ സമാഹിതനായി ഭവിച്ച് ആത്മാവിൽ മുമുക്ഷു ദർശിക്കുന്നു. അങ്ങനെ ശാന്തനാവും. ശാന്തി. ഇപ്പൊ തൃതീയ കൂടം സാധനാ ചതുഷ്ടയമാണ്. അങ്ങനെ നിത്യാനിത്യ വസ്തു, വിവേകം, വൈരാഗ്യം, ശമം, ദമം, ഉപരതി, തിതിക്ഷ, ശ്രദ്ധ, സമാധാനം. ഇതെല്ലാം കഴിഞ്ഞ് മോക്ഷത്തിന് ഇച്ഛുകനായി, മുമുക്ഷുവായി തീരുക. സമാഹിതനാവുക, സമാധാനം നേടുക. അങ്ങനെയുള്ള തീവ്ര മുമുക്ഷു ഗുരുവിനെ സമീപിക്കണം. ഈല ശബ്ദം കൊണ്ട് ഗുരുവിനെ സമീപിക്കണം. എന്നിട്ട് സ്വയം സംസാര നിവൃത്തിക്കുള്ള ഉപായം ചോദിച്ചറിയണം. ശ്രുതി പറയൂ, തദ്വിജ്ഞാനാർത്ഥം സഗുരുമേവ അഭിഗച്ഛേ ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. സമിത്പാണിഹി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. കയ്യിൽ അഗ്നിച്ചമതയുമായി ഗുരുവിൻ്റെ സമീപത്ത് ചെന്ന്, എങ്ങനെയുള്ള ഗുരുവിൻ്റെ? ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരുവിൻ്റെ സമീപത്ത് ചെന്ന് ചോദിക്കും. കസ്മിൻ ഭഗവോ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം ഭവതി ഇതി. അങ്ങനെ ചോദിക്കണം എന്നാണ്. സമ്യക്കായി അതിലേക്ക് പ്രവേശിക്കാൻ. സമയം എന്തായി? എന്ത് 6:25? 6:30 വരെ എന്നല്ലേ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നത്. അപ്പോൾ ഏതാണ്ടൊരു ഭാഗത്തായതുകൊണ്ട് നമുക്ക് ഗുരുസമീപത്തിൽ ചെല്ലുന്നതുമൊക്കെ അടുത്ത ക്ലാസ്സിൽ കാണാം. ഇങ്ങനെ ഡീറ്റെയിൽഡായിട്ട് പോണോ? അപ്പം ഇങ്ങനെ തന്നെ പോകാം. ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമോ എന്നുള്ളത് മാത്രമാണ് ശങ്കയുണ്ടായിരുന്നു.
ല ഹ ഹ ഹരി എന്നുള്ളതിന്റെ ഹ ഹ സ ക റീ. അടുത്തത് സകല 15 വരും. ബാക്കി അടുത്ത ക്ലാസ് അവസാനം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.